കിഫ്ബി വീണ്ടും പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്നു. കടക്കെണിയെന്നും ആകാശകുസുമെന്നും പ്രതിപക്ഷം പറയുന്ന കിഫ്ബി യഥാർത്ഥത്തിൽ എന്താണ്? ഈ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കിഫ്ബിയുടെ പേരിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് എന്നത് നിശ്ചയം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കറിയാൻ കിഫ്ബിയുടെ സാമ്പത്തിക ശാസ്ത്രം ഒരു വിദഗ്ധ പാനൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കിഫ്ബി ബദലോ ബാധ്യതയോ? തുടക്കം നമുക്ക് കിഫ്ബിയെ കുറിച്ചുള്ള ഒരു വിശദീകരണത്തിലൂടെയാവാം. കൃഷ്ണാശ്രയൻ തയ്യാറാക്കിയ ഒരു പ്രസന്റേഷൻ. ഹലോ, നമസ്കാരം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി 1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം 4/2000 പ്രകാരം സ്ഥാപിതമായ നൂതനമായ ഒരു ഏജൻസി. സാധാരണ സാമ്പത്തിക തത്വങ്ങൾക്കപ്പുറം നിന്ന് പ്രവർത്തിക്കുന്ന കിഫ്ബിയെ കൗതുകത്തോടും ആശങ്കയോടുമാണ് പല വിഭാഗങ്ങളും നോക്കിക്കണ്ടത്. സാമ്പത്തിക മാജിക്കെന്ന് ചിലർ വിശേഷിപ്പിക്കുമ്പോൾ അമിത ബാധ്യതയെന്ന് മറ്റു ചിലർ കിഫ്ബിയെ വിമർശിക്കുന്നു. എന്താണ് ഈ കിഫ്ബി? എങ്ങനെയാണ് കിഫ്ബി ധനശേഖരണം നടത്തുന്നത്? ഏതൊക്കെയാണ് കിഫ്ബിയുടെ വരുമാന സ്രോതസ്സുകൾ? എത്ര പണം ഈ സ്രോതസ്സുകളിലൂടെ കിഫ്ബിക്ക് ലഭിച്ചു? ഏതൊക്കെയാണ് പ്രധാന പദ്ധതികൾ? നോക്കാം. എന്താണ് കിഫ്ബി? കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഒരു നോഡൽ ഏജൻസിയാണ് കിഫ്ബി. അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ പാലങ്ങൾ, റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, വൈദ്യുത പദ്ധതികൾ തുടങ്ങി ഏതൊരു അടിസ്ഥാന സൗകര്യങ്ങളെയും വികസിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ്. അതിനായുള്ള ഏജൻസിയാണ് കിഫ്ബി. ഇത് മാത്രവുമല്ല, ഒരു നൂതന പ്രൊഫഷണൽ സമീപനമുള്ള നോഡൽ ഏജൻസിയായാണ് കിഫ്ബിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗുണനിലവാരം പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് പ്രൊഫഷണൽ സമീപനമുള്ള നോഡൽ ഏജൻസി എന്നതുകൊണ്ട് കിഫ്ബി അർത്ഥമാക്കുന്നത്. ഇനി എന്തുകൊണ്ട് കിഫ്ബി? ലോകമെമ്പാടും മൂലധനം കൊടുക്കാൻ തയ്യാറായി പല സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട്. അവരുടെ ലക്ഷ്യം മൂലധനം ആവശ്യമുള്ളവർക്ക് മൂലധനം കൊടുക്കുക, പലിശ നേടുക എന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ആവശ്യം മൂലധനമാണ്. പല പദ്ധതികൾക്കും വേണ്ട പണം നമുക്കില്ല. അപ്പോൾ ഈ മൂലധനം കൊടുക്കാൻ തയ്യാറുള്ളവരെ മൂലധന ആവശ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഏജൻസിയായിട്ടാണ് കിഫ്ബി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 2, ബജറ്റിൽ ചെലവ് ചെയ്യുന്നതിനുള്ള പരിമിതി മറികടക്കാനാണ് കിഫ്ബിയുടെ വരവ്. ബജറ്റിൽ പലപ്പോഴും ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 വർഷം കൊണ്ടൊക്കെ ചെയ്യുന്ന 5-6 കോടി രൂപയുടെ പരിമിതമായ പദ്ധതികൾക്ക് പകരം 20-30 വർഷം കൊണ്ട് ചെയ്യേണ്ട പദ്ധതികൾ വെറും 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടുമൊക്കെ തീർക്കുന്ന വമ്പൻ പ്രോജക്റ്റുകളാണ് കിഫ്ബി വിഭാവനം ചെയ്യുന്നത്. 3, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂടെ വളർച്ച ലക്ഷ്യമിടുക. പൊതുവായ സാമ്പത്തിക വളർച്ച എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിലൂടെ ലക്ഷ്യമിടുകയാണ് കിഫ്ബി. ഏതൊക്കെയാണ് കിഫ്ബിയുടെ പ്രധാന പദ്ധതികൾ? കേരളത്തിലെ 2 ലക്ഷം വീടുകളിലേക്കും 33,000 സർക്കാർ സ്ഥാപനങ്ങളിലേക്കും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്ന കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ KFON പദ്ധതി. 2, കൊച്ചിയിൽ 600 ഏക്കറിലെ പെട്രോ കെമിക്കൽ ആൻഡ് ഫാർമ പാർക്ക്. 3, 1800 കിലോമീറ്റർ ഹൈവേ ഉൾക്കൊള്ളുന്ന തീരദേശ മലയോര ഹൈവേ. 4, വൈദ്യുതി സ്വയം പര്യാപ്ത സംസ്ഥാനമാക്കാനുള്ള ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതി. തിരുവനന്തപുരത്തെ 125 ഏക്കറിലെ ലൈഫ് സയൻസ് പാർക്കാണ് 5ാമത്തെ പദ്ധതി. 6, എല്ലാ ജില്ലകളിലും 45,000-ലധികം ഹൈടെക് സ്കൂളുകൾ ഉണ്ടാക്കുന്ന ഹൈടെക് സ്കൂൾ പദ്ധതി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിരവധി ജനക്ഷേമ പദ്ധതികൾക്കാണ് കിഫ്ബി രൂപം നൽകിയിരിക്കുന്നത്. ഇതിൽ പാലങ്ങളുണ്ട്, റോഡുകളുടെ നിർമ്മാണമുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്, വൈദ്യുതി പദ്ധതികളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, ആശുപത്രികളുടെ നവീകരണമുണ്ട്, റോഡുകളുടെ നവീകരണമുണ്ട്, ലൈഫ് സയൻസ് പാർക്കുകളുണ്ട്, സുവോളജിക്കൽ പാർക്കുകളുണ്ട്, ഡിജിറ്റൽ കേരള പദ്ധതിയുടെ ഭാഗമായുള്ള നിരവധി അനുബന്ധ പദ്ധതികളുണ്ട്. ഇങ്ങനെ നിരവധി പദ്ധതികൾക്കാണ് കിഫ്ബി അനുമതി നൽകിയിരിക്കുന്നത്. കിഫ്ബി ഇതുവരെ അനുമതി നൽകിയത് 895 പദ്ധതികൾക്കാണ്. ഇതിനായുള്ള പദ്ധതി ചെലവ് 63,250.66 കോടി രൂപയാണ്. ഇതിനായി വിതരണം ചെയ്തത് 8,357.36 കോടി രൂപയാണ്. ഇനി കിഫ്ബിയുടെ ധനസമാഹരണം എങ്ങനെയെന്ന് നോക്കാം.
മസാല ബോണ്ട് വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിഫ്ബി 2150 കോടി രൂപ സമാഹരിച്ചു. KSFE പ്രവാസി ചിട്ടികളിൽ നിന്ന് 330 കോടി രൂപയും കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഡിവിഡൻഡ് സ്കീമിൽ നിന്ന് 181.14 കോടി രൂപയും മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആൻഡ് ഇന്ധന സെസ്സിൽ നിന്ന് 7756.705 കോടി രൂപയും ബാങ്കുകളിൽ നിന്നുള്ള വായ്പയായി 3015 കോടി രൂപയും മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്ന് 2473.978 കോടി രൂപയും. ഇനി കിഫ്ബിക്ക് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ട്. ഈ കോർപ്പസ് ഫണ്ട് പദ്ധതികൾക്കായല്ല, അതൊരു കോർപ്പസ് ഫണ്ട് മാത്രമാണ്. 2498.42 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി കിഫ്ബിയുടെ തിരിച്ചടവ് എങ്ങനെയായിരിക്കും? മോട്ടോർ വെഹിക്കിൾ നികുതിയിൽ നിന്നും പെട്രോളിയം സെസ്സിൽ നിന്നുമുള്ള തുകയാണ് കിഫ്ബിയുടെ തിരിച്ചടവായി നമ്മൾ കാണുന്നത്. ഇതിൽ വർഷം തോറുമുള്ള വരവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2016-17 വർഷത്തിൽ 729.53 കോടി രൂപയാണ് ലഭിച്ചത്. 2017-18 വർഷത്തിൽ 1042.64 കോടി രൂപയും 2018-19 വർഷത്തിൽ ഇത് വീണ്ടും ഉയർന്ന 1600.68 കോടി രൂപയും 2019-20 വർഷത്തിൽ 2200 കോടി രൂപയും ഒടുവിൽ വീണ്ടും വർദ്ധിച്ച് 2020-21 ഈ വർഷം 2183.83 കോടി രൂപയുമാണ് ലഭിച്ചത്. അങ്ങനെ മൊത്തം വരവ് ഈ ഇനത്തിൽ 7756.705 കോടി രൂപ. അപ്പോൾ എങ്ങനെയാണ് കിഫ്ബി ഈ വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ തുക. ഇനി എന്താണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന മസാല ബോണ്ട് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകാം. ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ രൂപയിൽ വിദേശത്തിറക്കുന്ന ബോണ്ടുകളെയാണ് മസാല ബോണ്ടുകൾ എന്ന് പറയുന്നത്. സാധാരണ വിദേശത്തിറക്കുന്ന ബോണ്ടുകൾ ഡോളറിലാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. പക്ഷേ ഇത് ഇന്ത്യൻ രൂപയിൽ തന്നെ വിദേശത്ത് ഇറക്കുന്ന, വിദേശത്ത് വിൽക്കുന്ന അല്ലെങ്കിൽ വിദേശ മാർക്കറ്റുകളിൽ വിറ്റഴിക്കുന്ന ഇന്ത്യൻ ബോണ്ടുകളെയാണ് മസാല ബോണ്ടുകൾ എന്ന് പറയുന്നത്. ആരാണ് കിഫ്ബിയുടെ മസാല ബോണ്ട് വാങ്ങിയത്? കനേഡിയൻ പെൻഷൻ ഫണ്ട് കമ്പനിയായ CDPQ 9.72% പലിശയ്ക്കാണ് 2150 കോടി രൂപയുടെ മസാല ബോണ്ടുകൾ കിഫ്ബിയിൽ നിന്ന് വാങ്ങിയത്. ഇനി കിഫ്ബിയുടെ ഓഡിറ്റ് എങ്ങനെയാണെന്നൊരു സംശയം വരും. CAG ആക്ട് സെക്ഷൻ 14(1) പ്രകാരം 25 ലക്ഷത്തിന് മുകളിൽ ഗ്രാന്റ് വാങ്ങുന്ന ഏതൊരു സ്ഥാപനത്തിലും C&AGക്ക് ഓഡിറ്റ് നടത്താം. കിഫ്ബിയിലും അതേപോലെയുള്ള ഓഡിറ്റ് C&AGക്ക് നടത്താം. ഇതിൽ കിഫ്ബിയുടെ ഗ്രാന്റുകൾ മാത്രമല്ല എല്ലാ വിധത്തിലുള്ള ഫണ്ടുകളും ഓഡിറ്റിന് വിധേയമാകും. ഇതിനപ്പുറമായി കിഫ്ബിക്ക് ഒരു ഇന്റേണൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമുണ്ട്. വളരെ ക്വാളിഫിക്കേഷനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ കിഫ്ബിക്കുണ്ട്. ഇതിനു പുറമേ നിന്നുള്ള ഒരു പിയർ റിവ്യൂ ഓഡിറ്റ് സംവിധാനവും കിഫ്ബിക്കുണ്ട്. പിന്നീട് ഒരു ഇന്റേണൽ ഓഡിറ്റ് വിങ് കിഫ്ബിക്കുണ്ട്. ഇതിനൊക്കെ പുറമെ എല്ലാ മാസത്തെയും സാമ്പത്തിക വർഷത്തിലെ വിവിധ പാദങ്ങളിലെയും കണക്കുകളും പദ്ധതികളുമൊക്കെ RBI അറിയിക്കുന്ന ഒരു രീതിയും കിഫ്ബിക്കുണ്ട്. അപ്പോൾ കിഫ്ബി എന്താണ്? എന്തൊക്കെയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ? എങ്ങനെയാണ് ഈ വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന കിഫ്ബിയുടെ വലിയ ലോൺ തിരിച്ചടയ്ക്കുന്നതിനായി തോമസ് ഐസക് കണ്ടിരിക്കുന്ന വഴികൾ? ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമസ്കാരം. കിഫ്ബി ഫണ്ടിംഗ് സംവിധാനത്തിലൂടെ ഈ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് ചർച്ചയാവുകയും ചെയ്യണമെന്ന് സർക്കാരും കിഫ്ബി പദ്ധതിയിലെ കടക്കെണി ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് പ്രതിപക്ഷവും പറയുന്നു. ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നെത്തിയ ഇ ശ്രീധരൻ പറയുന്നതും, വികസനത്തിൻ്റെ മുഖമെന്ന് നമ്മൾ കരുതുന്ന ഇ ശ്രീധരൻ പറയുന്നതും വലിയ കടക്കെണിയാണ് കിഫ്ബി കേരളത്തിന് സമ്മാനിക്കുക എന്നാണ്. എന്നാൽ കിഫ്ബി തന്നെ ഈ വാദത്തെ നേരിട്ടിരിക്കുന്നു. ഇ ശ്രീധരൻ പങ്കെടുത്ത പല വികസന പദ്ധതികളും ഇത്തരത്തിൽ കടമെടുത്തും തുടക്കത്തിൽ നഷ്ടമുണ്ടായും ഒക്കെയാണ് പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കിയത് എന്നാണ് സർക്കാരിൻ്റെ ഭാഗം. കിഫ്ബി യഥാർത്ഥത്തിൽ ബാധ്യതയാണോ ബദലാണോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എനിക്കൊപ്പം ഒരു വലിയ പാനൽ നിര തന്നെ ഈ ചർച്ചയിൽ ചേരുന്നു. CPM-നെ പ്രതിനിധീകരിച്ച് MP രാജേഷ്, വെൽക്കം MP രാജേഷ്. മാത്യു കുൽനാടൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം. മാത്യു കുൽനാടൻ വെൽക്കം. PR ശിവശങ്കർ BJP പ്രതിനിധീകരിച്ചെത്തുന്നു. വെൽക്കം PR ശിവശങ്കർ. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ അനിത കുമാരി, വെൽക്കം ഡോക്ടർ അനിത കുമാരി. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ രാജേഷ്, സാമ്പത്തിക വിദഗ്ധൻ VK പ്രസാദ്, അക്കൗണ്ടിംഗ് വിദഗ്ധൻ മണി അനന്തശിവം, ധനകാര്യ വിദഗ്ധനായ ആദികേശവൻ, സാമ്പത്തിക വിദഗ്ധനായ KN ഹരിലാൽ. വെൽക്കം ഓൾ പാനലിസ്റ്റ്. നമ്മൾ തുടങ്ങുന്നത്
PR ശിവശങ്കറിൽ നിന്ന് ഞാൻ ആരംഭിക്കാമെന്ന് കരുതുന്നു. കാരണം ഏറ്റവും ഒടുവിൽ കിഫ്ബിയെക്കുറിച്ച് വാർത്താ തലക്കെട്ടുകളിൽ ഇടം നേടിയ വിമർശനം നടത്തിയത് BJP-യിലേക്ക് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന E. ശ്രീധരനാണ്. E. ശ്രീധരൻ ഇത്തരത്തിൽ കിഫ്ബി വിമർശിക്കാനുള്ള കാരണം എന്തായിരിക്കും ശ്രീ PR ശിവശങ്കർ? നേരത്തെ ഈ ശ്രീധരൻ പ്രവർത്തിച്ചിരുന്ന ശ്രീധരൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ അഭിമാനം പറയുന്ന മിക്കവാറും പ്രോജക്റ്റുകളെല്ലാം സമാനമായ രീതിയിൽ ഫണ്ട് ചെയ്യുകയും കേരളത്തിൽ തന്നെ ഈ ശ്രീധരൻ കിഫ്ബി ഫണ്ടിങ്ങിൽ തന്നെ നിരവധി പദ്ധതികൾ പൂർത്തിയാക്കിയിരുന്നതുമാണ്. അപ്പോഴൊന്നുമില്ലാത്ത വിമർശനം എന്തുകൊണ്ട് ഇപ്പോഴുണ്ടായി? PR ശിവശങ്കർ. എനിക്ക് തോന്നുന്ന രണ്ട് രീതിയിലാണ് കിഫ്ബിയെ നമ്മൾ സമീപിക്കേണ്ടത്. കിഫ്ബി എന്നുള്ള പദ്ധതി, ആ പദ്ധതിയെ അത് കടമെടുക്കുവാനുള്ള രീതിയെ അല്ല BJP-യും ഈ ശ്രീധരനും വിമർശിക്കുന്നത്. ആ കടമെടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ കടമെടുക്കണം, അത് വിദേശത്തുനിന്ന് കടമെടുക്കുവാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഏതൊക്കെ നിയമങ്ങളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എടുക്കണം, അതിന്റെ പലിശ എന്തായിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും വിമർശനം വരുന്നത്. രണ്ട്, ഇത്തരത്തിൽ കടമെടുക്കുമ്പോൾ ആ കടമെടുക്കുന്ന ബാധ്യത നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോഴാണ് കിഫ്ബി എന്നത് യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയാണ്. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ പ്രോജക്റ്റാണ്. ഇതിന് മറ്റുള്ള വരുമാനം അത് സംസ്ഥാനത്തിന്റെ ടാക്സ് നികുതി ഇനത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മാത്രമല്ല ഇതിന്റെ ഈ പറയുന്ന എല്ലാ ബോറോയിങ്സും അതിന്റെ ബോറോയിങ്സ് എൻറ്റിറ്റിയും അത് കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ സഞ്ചിത നികുതിയുടെ വരുമാനത്തിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സംസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കടമെടുപ്പ് നിയമപരമായി തന്നെ ആയിരിക്കണം എന്ന് മാത്രമാണ് BJP ആവശ്യപ്പെടുന്നത്. എൻ്റെ ഒരു ലളിതമായ ചോദ്യം, ഫിനാൻഷ്യൽ ഡെവലപ്മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ്? ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പോലും കേന്ദ്ര സർക്കാർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പിന്തുണയ്ക്കുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക? കിഫ്ബിയും ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബദൽ സാധ്യതയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ FRB ആക്ടില് 3% നമുക്ക് ബോറോയിങ് ആവാം എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞുള്ളൂ. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇത്തരത്തിൽ ഇപ്പൊ 3% മാത്രമല്ല, ചിലപ്പോൾ ഇത്തരത്തിലുള്ള കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ 3% കൂടുതലായി എന്നുള്ളത് കൊണ്ട് അത് വലിയ ബാധകവുമല്ല. അതിനൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അരുൺ പറയുന്ന രണ്ടാമത്തെ വാദഗതിയാണെങ്കിൽ ഇവിടെ ഈ വരുമാനം ചെലവാക്കുന്ന രീതിയും അതിലെ അഴിമതിയും അതിൽ തന്നെ നടക്കുന്ന വലിയ ധൂർത്തും ഇതെല്ലാം ആകേണ്ടതുണ്ട്. നോക്കൂ, നമുക്കറിയാമല്ലോ ഇവിടെ എത്ര രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ എത്രയോ ബഡ്ജറ്റുകളിൽ ഇതിനു വേണ്ടിയിട്ട് അടങ്കൽ തുക നടത്തിയിട്ടുള്ളത് തുച്ഛമായ 5%ഓ 10%ഓ പോലും കഴിഞ്ഞ 2 ബജറ്റിൽ നികുതി മാറ്റിവെച്ചതിൽ നമുക്ക് ചെലവാക്കിയിട്ടില്ല. അപ്പോൾ ഇത്ര വലിയ വരുമാനം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അത് വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് മറ്റുള്ള പ്രൈവറ്റ് ബാങ്കുകൾ നിക്ഷേപിച്ചുകൊണ്ട് അതിൽ തന്നെ വലിയ ബാധ്യതകൾ ഉണ്ടാക്കുകയും ഈ കടമെടുക്കുന്ന തുക യഥാർത്ഥത്തിൽ ടാക്സ് വരുമാനം വന്ന തുക തന്നെ 2 വർഷമായിട്ട് നമ്മൾ ചെലവാക്കിയിട്ടില്ല. ആ കണക്കുകൾ കൂടിയുണ്ട്. അപ്പോ ഇത്ര വലിയ വരുമാനം വിദേശത്ത് നിന്ന് വരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള എതിർപ്പുകൾ വേറെ, പക്ഷേ നമ്മൾ നൽകിയ ടാക്സ് തലത്തിൽ നൽകിയ വരുമാനം തന്നെ ഇവിടെ ചെലവാക്കാതെ സൂക്ഷിക്കുന്നു. അടങ്കത്തുക പകുതിയോളം പോലും ചെലവാക്കിയിട്ടില്ല കഴിഞ്ഞ 2 വർഷം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കിഫ്ബിയുടെ പക്കലുള്ള ഫണ്ട് 8,263 കോടി രൂപയാണ്. അതിൽ ബാങ്കുകൾക്കൊപ്പം 5,236 കോടിയുണ്ട്, ട്രഷറിക്കൊപ്പം 2,526 ഉണ്ട്, മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിലായിട്ട് 600 കോടി. അതാണ് ഏറ്റവും ഒടുവിലത്തെ കിഫ്ബിയുടെ ഫണ്ടിന്റെ സ്പ്ലിറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത വർഷം ഒരു 10,000 കോടിയുടെ നമ്മൾ സമാഹരിക്കാൻ ഒരുങ്ങുന്നു. ഇതെല്ലാം കൃത്യമായി എങ്ങനെയാണ് ഒരു കൺട്രോൾ ലിവറേജ് മോഡലിലാണ് ഇതിൻ്റെ ലയബിലിറ്റിയുടെ മാനേജ്മെന്റ് നടക്കുന്നത്? അതിനും സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. 2036 ആകുമ്പോൾ ഒരു നയാ പൈസ പോലും ഈ പദ്ധതിയുടെ ഭാഗമായി പലിശയായിട്ടോ മറ്റേതെങ്കിലും ഇനത്തിലോ കൊടുത്തു തീർക്കാൻ കഴിയാത്ത വിധം സുഭദ്രമാണ് ഇതിൻ്റെ ലയബിലിറ്റി മാനേജ്മെന്റ് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് താങ്കൾ വായിച്ച സ്ഥിതിക്ക് 2016 ബഡ്ജറ്റില് ഏതാണ്ട് 47.83 കോടി മാത്രം ചെലവാക്കിയെന്ന് സർക്കാർ തന്നെ പറയുന്നു. 615 കോടി രൂപ ചെലവാക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ആ 8 പദ്ധതികൾക്കായി 615. PR ശിവശങ്കർ, എൻ്റെ സംശയം ഈ കിഫ്ബി ഫണ്ട് കടക്കണി ഉണ്ടാക്കുമെന്നല്ല, കൂടുതൽ ചെലവാക്കേണ്ടിയിരുന്നുവെന്നാണോ PR ശിവശങ്കറിന്റെ ആർഗ്യുമെന്റ്? 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പണം മേടിച്ചു വെച്ചിട്ട് അത് കൃത്യമായി ചെലവാക്കുവാൻ പദ്ധതികളില്ലാതെ നിരന്തരമായി നമ്മൾ ടാക്സ് അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ആരോപണം. ആ പോയിന്റിനുള്ള ഉത്തരം നമുക്ക് എക്സ്പേർട്സ് നൽകും. ഒറ്റ ചോദ്യം, സ്ട്രേറ്റ് ഷൂട്ടിംഗ് ആണ്. കിഫ്ബിക്ക് അടിസ്ഥാനമായി കിഫ്ബി എന്ന ആശയത്തോട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് എന്ന് വിമർശനം ഉണ്ടാകുമ്പോഴും ഇത്തരം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോട് BJP-യുടെ രാഷ്ട്രീയമായ സമീപനം എന്താണ്? കിഫ്ബി പോലെയുള്ള
സ്ഥാപനങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. കിഫ്ബി എന്നുള്ള ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിന് ചെലവാക്കുന്ന രീതിയെ എം ബി രാജേഷ്, ഇപ്പോൾ ഈ ശ്രീധരന്റെ വിമർശനം സർക്കാരിനെ കടക്കണിയിലാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ PR ശിവശങ്കർ അതേ വാദം മുന്നോട്ട് വയ്ക്കുന്നു. ആ വാദം മുന്നോട്ട് വെക്കുമ്പോൾ പോലും തത്വത്തിൽ കിഫ്ബി അംഗീകരിച്ചുകൊണ്ടാണ് PR ശിവശങ്കർ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാ ആൾക്കാരും ഈ കിഫ്ബി പോലെയുള്ള ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരിക്കും എടുക്കുക എന്നാണ്. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ചയുടെ തുടർന്നുള്ള പോക്കിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്തുകയും ചെയ്യാം. മാത്യു കുൽനാടനും പലതവണ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കിഫ്ബിക്കെതിരല്ല ഈ സർക്കാർ എന്ന പ്രതിപക്ഷം എന്ന് തന്നെയാണ്. എം ബി രാജേഷ്, എങ്ങനെയാണ് ഈ ശ്രീധരന് മറുപടി നൽകുക? ഈ ശ്രീധരനും ശിവശങ്കറിനും ഒരുമിച്ച് മറുപടി നൽകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശിവശങ്കർ ഇവിടെ പ്രഖ്യാപിച്ച നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അത് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ മാറ്റം എപ്പോഴാണ് വന്നത്? നിർമ്മല സീതാരാമന്റെ ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ DFI ഡെവലപ്മെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രഖ്യാപിച്ചതോടുകൂടി വന്ന മാറ്റമാണ്. അതുവരെ കിഫ്ബി എന്ന ആശയത്തിൽ തന്നെ ഇവരെതിരായിരുന്നു. അതുകൊണ്ടാണല്ലോ കടക്കണി എന്ന ആരോപണം വരുന്നത്. എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം, BJPയും UDFും ഉൾപ്പെടെയുള്ളവർ കിഫ്ബിയെ എതിർക്കാനുള്ള കാരണമായി പറഞ്ഞത്? ഇത് കേരളത്തെ കടക്കണിയിലേക്ക് നയിക്കും എന്നതായിരുന്നു ഇവരുടെ ആരോപണം. എന്തുകൊണ്ടാണ് LDF കിഫ്ബി പോലുള്ള ഒരു നൂതനമായിട്ടുള്ള ആശയം പ്രയോഗത്തിൽ വരുത്തിയത്? FRBM ആക്ടിന്റെ പരിമിതികളെ മറികടക്കാൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ FRBM ആക്ട്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്ററി മാനേജ്മെന്റ് ആക്ട്, അത് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം സമ്പദ്ഘടനയിൽ ഇടപെടാനുള്ള ശേഷിയെ പരിമിതപ്പെടുത്തുന്നതായി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ്. സർക്കാർ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ഉദാരവൽക്കരണ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് FRBM ആക്ട് വന്നത്. ഇടതുപക്ഷം അതിനോട് യോജിക്കുന്നില്ല. സജീവമായി തന്നെ എക്കോണമിയിൽ സർക്കാർ ഇടപെടണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം. അങ്ങനെ വരുമ്പോഴോ ഇപ്പോ സർക്കാരുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ വർദ്ധിപ്പിച്ചു GST നടപ്പാക്കിയത്. കാരണം നികുതി വരുമാനവും നികുതി സ്രോതസ്സുകളും എല്ലാം കേന്ദ്രത്തിന്റെ കൈവശമായി. സാധാരണഗതിയിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഒരു തരത്തിലും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതിയെ മറികടക്കുന്ന വളരെ ധീരവും നൂതനവുമായ ഒരു ആശയമായിട്ടാണ് കിഫ്ബി വന്നത്. ആകാശ കുസുമം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇപ്പൊ അവർക്ക് പറയേണ്ടി വന്നു കിഫ്ബിക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറയേണ്ടി വന്നു. അത് തന്നെ കിഫ്ബിയുടെ ഒരു വലിയ വിജയമാണ്. ശിവശങ്കറും മാത്യു കുഴൽനാടനും ഞങ്ങൾ കിഫ്ബിക്കെതിരല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ 5 കൊല്ലം കൊണ്ട് അവർക്ക് പോലും കണ്ണടച്ചെതിർക്കാൻ കഴിയാത്ത മാറ്റം നിക്ഷേപത്തിന്റെയും വികസനത്തിന്റെയും കാര്യത്തിൽ കിഫ്ബി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇനി ശ്രീധരന്റെ വാദത്തിലേക്ക് വരാം. BJPയുടെ തന്നെ വാദമാണല്ലോ. അതിനുള്ള മറുപടി ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാൻ പത്രത്തിൽ വായിച്ചു. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്, കൊച്ചി മെട്രോ ഉൾപ്പെടെ ശ്രീധരൻ നടപ്പാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും വായ്പ എടുത്തിട്ടുള്ളതാണ്. ഏതാണ് വായ്പ എടുക്കാത്ത പദ്ധതികളുള്ളത്? വായ്പ എടുക്കുന്നത് ഇത്ര മോശമാണ് എന്ന് ഏത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീധരൻ പറയുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയട്ടെ. ഇപ്പോ ശ്രീധരൻ വലിയ ടെക്നോക്രാറ്റാണ്, എഞ്ചിനീയറാണ്, സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ആ മികവ് അദ്ദേഹത്തിന് അവകാശപ്പെടാനാവില്ല. പോൾ ക്രൂഗ്മാനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം ഈ ഒബ്സഷൻ അവസാനിപ്പിക്കണം, വായ്പയെ കുറിച്ചുള്ള ഒബ്സഷൻ അവസാനിപ്പിക്കണം എന്നതാണ് അവരുന്നയിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ഇതുപോലെ മാന്ദ്യത്തിന്റെ, റിസഷന്റെ ഒക്കെ കാലത്ത് വായ്പയെ കുറിച്ച് ഇത്തരം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള, ആഗോളതലത്തിൽ ഏറ്റവും വിദഗ്ധരായ നൊബേൽ ലോറേറ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ സർക്കാരുകൾ അതുപോലെ തന്നെ ഈ ബോഡി കോർപ്പറേറ്റുകൾ ഒക്കെ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ്? വായ്പ എടുക്കാതെയാണോ? ശ്രീധരൻ മനസ്സിലാക്കേണ്ട, അദ്ദേഹം ഇപ്പോൾ പുതുതായി ചേർന്ന പാർട്ടിയുടെ ഗവൺമെന്റ് ആണ്, BJPയുടെ ഗവൺമെന്റ് ആണ് ഇന്ത്യയുടെ ബാങ്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വായ്പ അദാനിക്ക് കൊടുത്തത്, അല്ലെ? അദാനിക്ക് വായ്പ എടുക്കാം, പക്ഷെ സംസ്ഥാന സർക്കാർ വായ്പ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി നിയോ ലിബറൽ യുക്തിയാണ്. എന്താണെന്നറിയോ? സർക്കാർ ഇതിലൊന്നും ഇടപെടണ്ട, സാമ്പത്തിക പ്രവർത്തനത്തിലൊന്നും സർക്കാർ ഇടപെടണ്ട, അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ ചെയ്യേണ്ടതല്ല എന്ന വാദമാണ് ശ്രീധരൻ ഉയർത്തുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം, ഈ കടഭാരം വർദ്ധിപ്പിക്കുമെന്ന വാദം എത്ര അടിസ്ഥാനരഹിതം നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. എന്താണ്? 2016-17 ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേരളത്തിന്റെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 4.17, ഇന്ന് അത് 3.
യഥാർത്ഥത്തിൽ 2021 ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് ഞാൻ പറയുന്നത്. 4.17 നിന്ന് 3 ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഏത് സർക്കാരെന്ന് ഓർക്കണം, 2 മഹാപ്രളയങ്ങൾ, അതുപോലെ തന്നെ ഓഖി ചുഴലിക്കാറ്റ്, പിന്നെ നിപ്പയും ഇപ്പോ ഏതാണ്ട് ഒരു വർഷം മുഴുവൻ തകരാറിലാക്കിയ കോവിഡും, ഇതെല്ലാം ഉണ്ടായിട്ടും ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി കടഭാരത്തിന്റെ കാര്യം എടുത്തു നോക്കുക. സ്റ്റേറ്റ് ഡൊമസ്റ്റിക് കടത്തിന്റെ വളർച്ച 24.56 UDF സർക്കാർ അധികാരത്തിൽ വന്ന 2011 24.56. UDF ഗവൺമെന്റ് അധികാരമൊഴിഞ്ഞപ്പോൾ അത് 30.04 കൂടി 6% വർധനവ്. ഈ സർക്കാരിന്റെ അവസാന വർഷത്തിൽ അത് 30.07. ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അത് നേരിയ നാമമാത്രമായിട്ടുള്ള വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ കിഫ്ബി ബാക്കി നമുക്ക് പിന്നീട് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യാം. രണ്ടാം ഘട്ടത്തിൽ പറയാം. താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് എങ്ങനെയാണ് മാത്യു കുൽനാടൻ പ്രതികരിക്കുന്നത് എന്ന് കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്. മാത്യു കുൽനാടൻ, ഞാൻ മനസ്സിലാക്കുന്നത് മാത്യു കുൽനാടൻ കിഫ്ബി എന്ന ഈ ബോഡി കോർപ്പറേറ്റുകളിൽ എന്ന സങ്കല്പത്തിന് എതിരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഫ്ബി എന്ന ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന തത്വത്തിനും മാത്യു കുൽനാടൻ എതിരല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മസാല ബോണ്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് നിയമപരമായി ഭരണഘടനാപരമായ ഒരു പ്രശ്നം മാത്യു കുൽനാടനും ഉന്നയിക്കുന്നത്. അത് നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചാൽ കിഫ്ബിയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആകാശ കുസുമം എന്ന ആശയം യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം ഇപ്പോൾ മാത്യു കുൽനാടനുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ ഇനി വരാൻ പോകുന്ന പദ്ധതികളിലും കിഫ്ബി നിർത്തില്ല എന്ന നിലപാടാണ്. ആദ്യം UDF കൺവീനർ അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിലും പിന്നീട് കോൺഗ്രസ് ആ നിലപാട് തിരുത്തിയിരുന്നു. മാത്യു കുൽനാടനെ പോലെയുള്ള നേതാക്കളാണ് അതിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്യു കുൽനാടൻ, കിഫ്ബി എന്ന ആശയത്തോട് അടിസ്ഥാനപരമായി താങ്കൾക്ക് വിയോജിപ്പുണ്ടോ, അതല്ല ഇപ്പോഴും അതിനെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ? എവിടെയാണ് പിന്നെ പ്രതിപക്ഷത്തിന് ആകാശ കുസുമമാണ് കിഫ്ബി എന്നൊരു ധാരണ രൂപപ്പെട്ടത്? അരുൺ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കിഫ്ബി എന്ന് പറയുന്നത് ഒരു നൂതനമായ കോൺസെപ്റ്റ് ആണെന്നോ അതല്ലെങ്കിൽ കിഫ്ബി ആണ് ഇന്നത്തെ കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിനുള്ള ഒറ്റമൂലി എന്ന ധാരണയോ തെറ്റിദ്ധാരണയോ വേണ്ട. ഞങ്ങൾ കിഫ്ബിയെ എതിർക്കുന്ന, കിഫ്ബി ഈസ് നോട്ട് എ ന്യൂ എക്കണോമിക് മോഡൽ. ഇതിന്റെ എക്കണോമിക് മോഡൽ നേരത്തെ അരുൺ പറഞ്ഞാണ്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. വെദർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഈസ് ആൻ ഓപ്ഷൻ ഓർ നോട്ട്, അത് കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ടില്ല. കിഫ്ബി ആവാം, വേറെ എന്തെങ്കിലും ആവാം, വേറെ 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈവൻ ദ ഗവൺമെന്റ് ക്യാൻ ഫൈൻഡ് സെവറൽ വേസ്. അപ്പൊ അതുകൊണ്ട് കിഫ്ബി ഒരു ഇന്നവിറ്റബിൾ ആണ്, അല്ലെങ്കിൽ കിഫ്ബി ഒഴിച്ചുകൂടാനാവാത്തും, അല്ലെങ്കിൽ കിഫ്ബി ഇല്ലെങ്കിൽ ഇവിടെ തകർന്നു എന്ന ധാരണ വേണ്ട. പിന്നെ സോഫാർ ഇതുവരെ നമ്മളുള്ള കിഫ്ബിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് നടത്തുന്ന വലിയ അവകാശവാദങ്ങളും പ്രചണ്ഡമായ പ്രചരണങ്ങളും അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കുന്ന നേട്ടങ്ങളും നിങ്ങൾ വിലയിരുത്തുക. അപ്പൊ കിഫ്ബി വലിയ സക്സസ് ആണെങ്കിൽ ഓക്കെ. 2016 ബഡ്ജറ്റില് തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം എന്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കുന്നതിന് പകരം പ്രസ്സുമായിട്ട് പറയാം. ആദ്യ വർഷം 2016-17 10,000 കോടിയും 17-18 15,000 കോടിയും അതിനുശേഷം ഉള്ള സമയത്ത് 25,000 കോടിയും അത് കഴിഞ്ഞിട്ട് ഈ വർഷം 10,000 കോടിയും ചേർത്ത് 50,000 കോടി രൂപ 2020-21 ആകുമ്പോഴേ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പ് കേരളത്തിൽ മുതൽ മുടക്കും കിഫ്ബി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇപ്പൊ ആസ് യു റൈറ്റ്ലി സെഡ്, ഇതുവരെ കിഫ്ബി എത്ര മുടക്കി എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ കണക്കുകളാണ് പലപ്പോഴും പല സമയത്തും ഇവർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 9,000 കോടി രൂപയിൽ താഴെ മാത്രമാണ് ഇതുവരെ ഗ്രൗണ്ടിൽ. ഞാൻ പറയാം, 8,263 കോടി 68,72,997 രൂപ 41 പൈസ. ഇത്രയുമാണ് ഇപ്പോൾ കിഫ്ബിയുടെ കോർപ്പസ് ഫണ്ട് അതായത് മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളും എല്ലാം കൂടി അടക്കമുള്ളതാണ് നിലവിൽ. അതെ, ഞാൻ ടു ബി ഓൺ ദ സേഫർ സൈഡ്, നമ്മൾ വെറുതെ ആക്ഷേപം പറയാൻ വേണ്ടി കുറച്ച് പറയാനല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 9,000 കോടിയിൽ താഴെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് ഓക്കെ, 9,000 കോടി താഴെ. അപ്പൊ ഒന്ന്, തോമസ് ഐസക് അനൗൺസ് ചെയ്ത പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ അവകാശപ്പെട്ട കിഫ്ബിയുടെ 50,000 കോടി രൂപ മുതൽ മുടക്കുമെന്ന് പറഞ്ഞിടത്ത് നൗ ദേ സ്റ്റാൻഡ് അറ്റ് 8,000 crores. അപ്പൊ നിങ്ങൾ എഫിഷ്യൻസി അളക്കുമ്പോൾ അങ്ങനെ വേണം അളക്കാൻ. ഓക്കെ, നമ്പർ 1. നമ്പർ 2, പിന്നെ ഇവിടെ ഞങ്ങൾ നിയമപരമായി ഉന്നയിച്ച പ്രശ്നം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിന് വിരുദ്ധമായി ഇപ്പൊ ഞാൻ പറയാം, കിഫ്ബി ഒരു സക്സസ് ആണ് അല്ലെങ്കിൽ ധനമന്ത്രിയുടെ ഭയങ്കര മിടുക്കാണ് എന്ന് ഞാൻ അംഗീകരിച്ചാൽ എങ്ങനെയാണെന്നറിയോ? നിങ്ങളൊരു ബോഡി കോർപ്പറേറ്റ് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം അതിന്റെ മറ്റു വരുമാന സോഴ്സുകളെ കുറിച്ച് മാർക്കറ്റിനെ കൺവിൻസ് ചെയ്തു. മാർക്കറ്റിന് ഇതൊരു എക്സൈറ്റിംഗ് ഐഡിയ ആയിട്ട് തോന്നി. മാർക്കറ്റ് ഈസ് വില്ലിംഗ് ടു ഗീവ് യു മണി. That makes sense. That's a wonderful idea.
അത് ഒരു മിടുക്കാണ്. ഇതെന്താണ്? എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗവൺമെന്റ് ഗ്യാരണ്ടി, സോവറിൻ ഗ്യാരണ്ടി ഗിവൺ ബൈ ദ ഗവൺമെന്റ്. അത് സർക്കാർ കടമെടുക്കുന്നതിന് തുല്യമാണ്. തൽക്കാലം ബുക്സിൽ വരുന്നില്ലെന്നുള്ളൂ. അതൊരു ഒളിച്ചുകളി മാത്രമാണ്, അതൊരു കുറുക്കുവഴി മാത്രമാണ്. അതൊരു വലിയ മോഡലായ വലിയ വിജയമായി നിങ്ങൾ കൊട്ടിഘോഷിക്കരുത്. ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ ഇന്റർവ്യൂൻ, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഞാൻ പറയുന്നത് എന്റെ ഒരു സംശയം ഇത്രമേ ഉള്ളൂ, ഇതിന് സർക്കാരിന്റെ കയ്യിൽ ഒരു ഉത്തരമുള്ളത് ഈ സർക്കാർ ഇതിന്റെ ലയബിലിറ്റി ഭാഗം മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് വ്യക്തമായ ധാരണകളോട് കൂടിയാണ് എന്നാണ്. ഇത് നിലവിൽ സർക്കാർ വീട്ടാൻ പോകുന്നതിന്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2036 ആകുമ്പോഴേക്കും ഒരണ പൈസ കടമില്ലാത്ത വിധത്തിൽ ഇത് വീട്ടുമെന്ന തരത്തിലാണ് ഈ കൺട്രോൾ ലിവറി മോഡൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ കടമെടുത്ത് ധൂർത്തടിക്കുകയല്ലെന്നും അതിന് ഫണ്ട് റിസോഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ പോലും ഈ സർക്കാരിന്റെ ഭാഗമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 22,000 കോടി രൂപയോളം തിരിച്ചു ഫണ്ട് കിട്ടുന്ന വിവിധ പ്രോജക്റ്റുകളിൽ ഈ സർക്കാർ നിക്ഷേപിക്കുകയാണ് എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞ അരുൺ, നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഒരു ഡീവിയേറ്റഡ് ആയി പോരുത്. ഞാൻ പറയുന്നത് സർക്കാർ കടം വീട്ടാൻ പറ്റില്ല എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. കിഫ്ബി എന്ന മോഡൽ വലിയ സക്സസ്ഫുൾ എക്കണോമിക് മോഡൽ ആകണമെങ്കിൽ സർക്കാരിനെ കൂടാതെ, സർക്കാരിന്റെ സഹായം കൂടാതെ, സർക്കാരിന്റെ താങ്ങ് കൂടാതെ പണം റേസ് ചെയ്തിരുന്നുവെങ്കിൽ, ഇതല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കാം, ഗവൺമെന്റ് മറ്റു സോഴ്സിൽ എടുക്കാം. ടോട്ടൽ പ്രൈവറ്റൈസേഷൻ ആവില്ലേ അത് ടോട്ടൽ പ്രൈവറ്റൈസേഷൻ ആവില്ലേ? നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഈ പറയുന്ന DFI രൂപീകരിച്ചുകൊണ്ട് ഫണ്ട് റിസോഴ്സ് ചെയ്യുന്നത്? അവിടെയും ഗ്യാരണ്ടി സർക്കാരല്ലേ? ഇപ്പൊ കിഫ്ബി വേണ്ട, ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ പറയാം, ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം. നമ്മുടെ ഏറ്റവും മോശമായിട്ട് പ്രവർത്തിക്കുന്നതാണല്ലോ KSRTC ഏറ്റവും ഫെയിലിയർ ആണല്ലോ. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ തീരുമാനിക്കുക, KSRTC 10% പലിശയ്ക്ക് പൈസ വാങ്ങാൻ തീരുമാനിക്കുക. ആളുടെ പൈസ എല്ലാം തോന്നുന്നുണ്ടോ? 9.78% പലിശയ്ക്ക് KSRTCയുടെ പേര് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ബട്ട് ഗവൺമെന്റ് വി ഗ്യാരണ്ടി ദ. അങ്ങനെ ഒരു സ്ഥാപനം നമുക്കുണ്ടായിരുന്നു. KSRTC ഹൈപ്പോത്തിക്കേറ്റ് ചെയ്ത് ലോണുകൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഏറ്റവും തമാശ. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്ത് ബോണ്ടിന് ഇവിടെ മറ്റ് പാനലിസ്റ്റുകൾ ഉണ്ടല്ലോ, അവര് പറയട്ടെ. ഞാൻ പറഞ്ഞ അതും ഇതും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഞാൻ പറഞ്ഞേ. വളരെ പ്രസക്തമായ ചോദ്യമാണ് മാത്യു കുൽനാടൻ ഉന്നയിച്ചത്. ഞാൻ വിചാരിക്കുന്നു ശ്രീ ആദികേശവൻ അതിനൊരു മറുപടി നൽകും. ശ്രീ ആദികേശവൻ, ഇതൊരു സക്സസ്ഫുൾ എക്കണോമിക് മോഡൽ ആണോ എന്ന കാര്യത്തിൽ മാത്യു കുൽനാടന്റെ സംശയത്തിന് എന്താണ് മറുപടി? അരുൺ, ആമുഖമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, അതായത് ഈ കിഫ്ബി ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയ്ക്ക് ഐ തിങ്ക് ഒരു സമവായം. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച 3 പേരും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. എല്ലാവരെയും തുല്യമായി ബഹുമാനിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയ്ക്ക് വലിയ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ പറച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിന്റെ വികസനം കാക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. 2, ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും വായ്പ എടുക്കാൻ സാധിക്കും എന്നുള്ളത് ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് പൂർണ്ണമായിട്ടും ശരിയല്ല. ഇപ്പൊ KSRTCയുടെ കാര്യം തന്നെ എടുത്താല്, ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ ക്യാഷ് ഫ്ലോസ്, റീപേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള, തിരിച്ചടവിന് വേണ്ടിയിട്ടുള്ള പൈസ എങ്ങനെ വരുന്നു എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് ഗ്യാരണ്ടി ഒരു കൊളാറ്ററൽ, അതായത് രണ്ടാമത് നോക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമാണ് പലപ്പോഴും നാം അതിന്റെ അസസ്മെന്റ് രീതി ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇത് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർന്നു പോകുന്ന ഒരു പ്രോസസ്സിന്റെ കാര്യമാണ്. ഇതിൽ വേറെ മറച്ചുവെക്കലോ ഒളിച്ചുവെക്കലോ ഒന്നുമില്ല. അതായത് നമ്മളിപ്പോ ഒരു പ്രപ്പോസൽ, ഒരു കടം എടുക്കാനായിട്ട് ഒരു സ്ഥാപനം വരുന്നു, കിഫ്ബി ആവട്ടെ, KSRTC ആവട്ടെ, KSCB ആവട്ടെ, ആരോ ആവട്ടെ, ആദ്യം നോക്കുന്നത് നമ്മൾ കടം കൊടുത്താൽ തിരിച്ചടവിനുള്ള ക്യാഷ് ഫ്ലോസ് എവിടെ നിന്നാണ് വരുന്നത്. അവിടെ കിഫ്ബിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആസ് ഓഫ് നൗ, നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യേണ്ടതുണ്ട്. കിഫ്ബിക്കുള്ള സ്ട്രെങ്ത് ആസ് ഓഫ് നൗ, മാൻഡേറ്റഡ് ആയിട്ട് സെസ്, പെട്രോൾ സെസ്സിന്റെ 1 രൂപ, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 10% തൊട്ട് അവസാനം 2021-22 കൂടി എനിക്കൊന്ന് 50% വരെ അതിന്റെ ക്യാഷ് ഫ്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കുൽനാടനൊക്കെ അറിയാവുന്ന സംഗതിയാണ്. 1300 കോടി രൂപയോളം ഇപ്പോ ആനുവൽ ക്യാഷ് ഫ്ലോസ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് 1633 കോടി രൂപയാണ് 2020-21 MVT മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതായിരുന്നു, അതായത് ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ആൾക്കാർ ആദ്യം നോക്കുന്നത് ഈ ക്യാഷ് ഫ്ലോസിന്റെ സ്ട്രെങ്തിനെയാണ്.
പിന്നെ രണ്ടാമതാണ് ഗ്യാരണ്ടി. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ഒരു സ്ഥാപനത്തിനും ഈ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം വായ്പ എടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. KSRTCയുടെ കാര്യം തന്നെ എടുത്താലും ഇന്ന് ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പ ഓൾറെഡി ഉണ്ട് KSRTCക്ക്. പക്ഷേ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും, ഗവൺമെന്റ് ഗ്യാരണ്ടി ഇനി കൊടുത്താൽ പോലും ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പബ്ലിക്കിന്റെ ഡെപ്പോസിറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അവര് കിഫ്ബിക്ക് എത്രത്തോളം തയ്യാറായി മുന്നോട്ട് വരുമോ അത്രത്തോളം സ്വമേധയാ KSRTCക്ക് പണം കൊടുക്കാൻ വരുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അവിടെയാണ് ഞാനൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ. അവിടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ പ്ലീസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. പ്ലീസ്. ഞാൻ പറഞ്ഞ പോയിന്റ് സാർ പറഞ്ഞ ടേക്കിംഗ് ദ റൈറ്റ് സ്പിരിറ്റ്. KSRTC നമ്മള് സബ്മിറ്റ് ചെയ്യുന്ന പ്രപ്പോസലിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കില്ല അത് അസസ് ചെയ്യുന്നത്. They don't say that if KIFBI we are willing to give, if it KSRTC we are not willing to give. നമ്മള് KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ റിവൈവ് ചെയ്യാനും അതൊരു ഫിനാൻഷ്യലി വയബിൾ മോഡൽ ആക്കാനും വേണ്ട നിങ്ങളുടെ പ്രോജക്ട് പ്രപ്പോസൽ ഈസ് കൺവിൻസിംഗ് ആണെങ്കിൽ, if it is convincing, then they will give you money. എത്രയോ റിവൈവൽ പാക്കേജുകൾ ഇന്ത്യയിലെ MP രാജേഷിലേക്ക് ഞാൻ വരാം. എനിക്ക് മനസ്സിലായി, ബാക്കി എക്സ്പേർട്സിലേക്ക് കൂടി എനിക്ക് പോകണം. പക്ഷേ എനിക്ക് പോയിന്റ് ക്ലിയർ ആണോ സംശയമുണ്ട്? മാത്യുക്കുള്ളൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഈ മോഡൽ ഇപ്പോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് നോട്ടും പ്രപ്പോസലിന്റെയും സ്ട്രെങ്ത് അനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് സർക്കാരിന്റെ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു സക്സസ്ഫുൾ മോഡലാണ്. ഇതല്ലേ മാത്യു പറഞ്ഞതിന്റെ ക്രക്സ്. രണ്ടാമത്തെ പാർട്ട് ഏജൻസി BB സ്റ്റേബിൾ ഔട്ട്ലുക്ക് എന്ന റാങ്കിംഗ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത് പരിഗണിക്കുന്നു. ഞാൻ നോക്കുന്നത് ഏകദേശം 22,000 കോടി രൂപയോളം 21 വിവിധ പ്രോജക്റ്റുകളിൽ ഈ സർക്കാർ മുടക്കുന്നത് വളരെ റിട്ടേൺ ഉള്ള സ്റ്റേബിൾ ആയ എഫക്റ്റീവ് പ്രപ്പോസലുകളാണ്. ട്രാൻസ്ഗ്രിഡ് 2 ഊർജ്ജ പദ്ധതിയിൽ 5200 കോടി രൂപ മുടക്കുന്നു. ഇങ്ങനെ തുടങ്ങി വ്യവസായ പാർക്കുകളടക്കം. വരുമാനത്തെ കുറിച്ച് പറയാൻ വരട്ടെ. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇസ് KSRTC റിവൈവ് ചെയ്ത് നമ്മൾ ഒരു സക്സസ്ഫുൾ മോഡലാക്കാൻ തീരുമാനിച്ചു. വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തോരം സ്ഥലം നമ്മുടെ കൈ കിടക്കുന്നു, എന്തോരം വണ്ടി കിടക്കുന്നു, എന്തോരം നാഷണൽ ഹൈവേസിന്റെ ഓപ്ഷൻ KSRTCയിലേക്ക് കിടക്കുന്നു. ഇഫ് യു ഹാവ് എ വയബിൾ പ്രപ്പോസൽ, യു സേ ദാറ്റ് ദ ക്യാഷ് ഫ്ലോ വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ റീപേയ്മെന്റ്, യു വിൽ ഗെറ്റ് ദ മണി. അത് ഇല്ലെന്ന് പറയാൻ ആദികേശൻ സാറിന് പറയാൻ പറ്റൂ. അതാണ് എനിക്ക് പറയണം. അപ്പൊ ഞാൻ കിഫ്ബി ഇന്നവിറ്റബിൾ അല്ല എന്നുള്ള എന്റെ ഒരു ആർഗ്യുമെന്റിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. KSRTCക്ക് വേണ്ടി ഒരു ഫിനാൻഷ്യൽ മോഡൽ നമ്മൾ ഒരു പ്രോജക്ട് പ്രപ്പോസൽ വെച്ചിട്ട് KSRTCയുടെ എല്ലാ സ്റ്റാൻഡുകളും നമ്മൾ റിനോവേറ്റ് ചെയ്ത് ഇത്ര രൂപ ജനറേറ്റ് ചെയ്യാൻ ആലോചിക്കുന്നു, KSRTCയിലെ മറ്റേ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു, അങ്ങനെ ഫ്യൂവൽ പ്രൈസിൽ നമ്മൾ ഇത്ര സേവ് ചെയ്യുന്നു, എങ്ങനെയെല്ലാം പറഞ്ഞു നമ്മൾ പ്രോജക്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റ് ഗ്യാരണ്ടി കൂടി ഉണ്ടെങ്കിൽ പണം കിട്ടില്ല എന്നാരും തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് കിഫ്ബി KSRTC കൊണ്ടുവരണമെന്നാണോ മാത്യുവിന്റെ കിഫ്ബിയിൽ KSRTCയെ കൊണ്ടുവരണമെന്നാണോ മാത്യുക്കുള്ളാടന്റെ ആർഗ്യുമെന്റ്? എന്റെ ആർഗ്യുമെന്റ് കിഫ്ബി ആണെങ്കിലേ പണം കിട്ടൂ എന്ന ആർഗ്യുമെന്റ് വേണ്ടെന്നല്ല. I want to demolish that. Maybe you call it in a different name, sir. There are 100 other ways. നിങ്ങൾ മറ്റൊരു പേരിൽ വിളിച്ചോളൂ. കിഫ്ബി വേണ്ട. ഞാൻ പറയുന്നത് കിഫ്ബിയുടെ സ്ട്രെങ്തിലല്ല പണം വരുന്നത്. പണം വരുന്നത് പ്രോജക്ട് പ്രപ്പോസലിന്റെയും ഗവൺമെന്റ് ഗ്യാരണ്ടിയുടെയും സ്ട്രെങ്തിലാണ്. അതെ, ഇവിടെ സ്വാഭാവികമായി ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ട്. ആ ഗവൺമെന്റ് ഗ്യാരണ്ടി നമ്മൾ നേരത്തെ അതേസമയം ഗവൺമെന്റ് ഗ്യാരണ്ടി ഇല്ലാതെ കിഫ്ബി പൈസ റൈസ് ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഈ MVTയും ഈ പെട്രോൾ സെസ്സും ഇല്ലാതെ, അതായത് ഈ മോട്ടോർ വാഹന നികുതിയും പെട്രോൾ സെസ്സും ഇല്ലാതെ കിഫ്ബി ഒരു സക്സസ്ഫുൾ മോഡലാക്കാൻ സർക്കാരിന് പറ്റുമോ എന്നല്ലേ ഡയറക്റ്റ് ചലഞ്ച് ക്വസ്റ്റ്യൻ മാത്യുക്കുള്ളതാണ്. അതല്ലേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഗവൺമെന്റ് ഗ്യാരണ്ടി സർക്കാരിന്റെ ഗ്യാരണ്ടി. അരുൺ, ഒരു സെക്കൻഡ്, can I? Okay, please, because ഡോക്ടർ മാത്യു കുഴൽനാടൻ റേസ് ചെയ്ത വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്റെ സബ്മിഷൻ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കിഫ്ബിയുടെ അസസ്മെന്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ബാങ്കർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെണ്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുന്നത് ഇതിനുള്ള അഷ്വേർഡ് സ്ട്രീംസ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഫോർ റീപേയ്മെന്റ് ഉണ്ടോ. എന്റെ സബ്മിഷൻ ഇപ്പോ ലിമിറ്റഡ് ടു ദ പോയിന്റ് ദാറ്റ് ആസ് ഓഫ് നൗ 1300 അല്ലെങ്കിൽ 1500 1600 കോടി രൂപയോളം ആനുവൽ റീപേയ്മെന്റ് ക്യാഷ് ഫ്ലോസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെങ്തിലാണ് വാട്ട് ഡു വി ഡിസ്കൗണ്ട്. ഇതൊരു 10 വർഷത്തേക്ക് 15 വർഷത്തേക്ക് വി ഡിസ്കൗണ്ട് ആൻഡ് ദെൻ വി അറൈവ് അറ്റ് വാട്ട് കൈൻഡ് ഓഫ് മണി, എത്രത്തോളം ലോൺ ഇതിന് കൊടുക്കാൻ പറ്റും. ഇത് ഒരു മിനിറ്റ്, ഇത് സമാനമായ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ
നമ്മളൊരു വീടിന് വേണ്ടി വായ്പ എടുക്കുമ്പോഴും ശരിക്കും നമ്മൾ എന്താണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ആ വ്യക്തിയുടെ ഇൻകം ഇനി ഒരു 20 വർഷത്തേക്ക് എത്രത്തോളം ഇൻകം ഇദ്ദേഹത്തിന് ഉണ്ടാവും, ആ ഇൻകത്തിന്റെ പകുതിയെങ്കിലും റീപേയ്മെന്റ് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ റീപേയ്മെന്റ് ശരിക്കും പോകുമോ? ഇതാണ് അതിന്റെ അസസ്മെന്റ്. സാർ, ഈ മാത്യു ചോദിച്ചൊരു ചോദ്യം, ഇതൊരു വീടിന്റെ കാര്യത്തിലൊക്കെ, പക്ഷെ ഒരു വ്യവസായ പാർക്കിന്റെ കാര്യത്തിലോ ഒരു KSRTC പോലുള്ള സ്ഥാപനത്തിന്റെ കാര്യത്തിലോ ട്രാൻസ്ഗ്രിഡ് പോലൊരു പദ്ധതിയുടെ കാര്യത്തിലോ ആ പദ്ധതിയുടെ പ്ലാനിന്റെ സ്ട്രെങ്ത് ഈ പറയുന്ന ബാങ്കറെയും ഈ പറയുന്ന ഫണ്ട് നൽകുന്നയാളെയും ശക്തിപ്പെടുത്തില്ലേ എന്നാണ്. ഇവിടെ സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ MBT അടക്കമുള്ള മോട്ടോർ വാഹന നികുതിയും പെട്രോൾ സെസും അടക്കമുള്ള ഉറപ്പാണ്. അത് ആന്യൂറ്റി കൃത്യമായി സർക്കാർ കണക്ക് പറയുന്നു. കിഫ്ബിയുടെ സഹായം കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ 700 ചില്ലാൻ കോടി രൂപയുടെ പ്രോജക്റ്റ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബൈപ്പാസ് നിർമ്മാണം തുടങ്ങാൻ വേണ്ട പേപ്പർ വർക്കുകൾ എല്ലാം അവസാനിപ്പിച്ച് കിഫ്ബിയിലൂടെ 200 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത് 5 കോടിയാണ് അനുവദിച്ചത്. ഒരു 4 നൂറ്റാണ്ട് കാത്തിരുന്നാൽ പോലും ലഭ്യമല്ലാത്ത പ്രൊജക്റ്റുകളാണ് കിഫ്ബി വന്നതിന് ശേഷം ഈ 4 വർഷത്തിനകം ആലത്തൂർ മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തി. സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയത് എയർപോർട്ട് സീപോർട്ട് റോഡിലെ റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ടി 430 കോടി രൂപ വികസന മുന്നേറ്റമാണ് കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ തന്നെ കോതമംഗലം നിയോജക മണ്ഡലത്തിലും സാധ്യമായിട്ടുള്ളത്. കിഫ്ബി പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ധനസഹായം നൽകിയിട്ടുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ പ്രധാനമായിട്ടും 3 പ്രവൃത്തികൾക്കാണ് പണം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. 66 കോടിയുടെ സ്കീമാണ് ഒറിജിനൽ, അതിന്റെ ടോട്ടലായിട്ടുള്ള എസ്റ്റിമേറ്റ് പൊതുവെ ഉള്ളത്. കിഫ്ബി പദ്ധതിയിൽ ഒന്നാമതായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ മണ്ഡലത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയും വിവിധ കർമ്മ പദ്ധതികൾക്ക് ഇതിനകം തന്നെ രൂപം കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് പൂർണ്ണമായി നമ്മൾ സഹകരിച്ചു. അതിന് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. വിവിധ പദ്ധതികളിൽ ഞാൻ കിഫ്ബിക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. ഏകദേശം 102 കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചതും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് പ്രധാന പദ്ധതികൾ. ഈ മണ്ഡലത്തിലെ നാഡീഞരമ്പുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പല പദ്ധതികൾക്കും ഇതാണ്. ടൂറിസം വികസനത്തിന് ഇപ്പോൾ അവിടുത്തെ ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ടായിട്ടുണ്ട്. സമുദ്ര ബീച്ചിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ മലപ്പുറം ടൗണിൻ്റെ തന്നെ മുഖച്ഛായ മാറുകയും ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിപൂർണമായും ഒഴിവാക്കാൻ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ആദ്യത്തെ ടൗണിന് മുകളിലൂടെയുള്ള ഫ്ലൈ ഓവറാണ് എടപ്പാൾ ടൗണിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഒട്ടേറെ വികസന പദ്ധതികളാണ് ഗുരുവായൂരിന് നൽകിയിട്ടുള്ളത്. കിഫ്ബിയിലൂടെ ആലപ്പുഴ പട്ടണം പുനർജനിക്കുകയാണ്. 377.73 കോടി രൂപ കിഫ്ബിയിൽ തന്നെയുണ്ട്. 70 കോടി രൂപ, ഈ വൈലോങ്ങരയുടെ 10 കോടി രൂപ, 5 കോടി രൂപ സ്കൂള്. ഇതാണ് സ്കീം. പൊതുവെ കേരളത്തിനാകെ കിഫ്ബി പദ്ധതി വലിയ പ്രയോജനമാണ്. ആധുനിക വൈപ്പിൻ രൂപപ്പെടുത്തുന്നതിലും ചരിത്രപരമായ പങ്ക് വഹിക്കുന്ന മഹത്തായ ഒരു ദൗത്യവും സംരംഭവുമാണ് കിഫ്ബി പദ്ധതി വഴി നടപ്പാക്കുന്നത്. കിഫ്ബി വഴി ആകെ 20 പ്രോജക്റ്റുകളിലായി 477 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. കിഫ്ബി പ്രവർത്തനങ്ങൾ അതുവഴി നിരവധി പ്രവർത്തന പരിപാടികൾ നമ്മുടെ ഈ നിയോജകമണ്ഡലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെയുള്ള പദ്ധതികൾക്കാണ് നെന്മാറ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സംഖ്യ അനുവദിക്കും. 39 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു നല്ല പ്രോജക്റ്റാണ്. കിഫ്ബിയിലൂടെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഭൗതിക പശ്ചാത്തല വികസനത്തിന്. നമ്മുടെ കിഫ്ബി പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഏതാണ്ട് 11 സ്കൂളുകളിൽ നമുക്ക് പദ്ധതി ആരംഭിക്കുന്നത്. 2018 കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നമുക്കിത് അന്താരാഷ്ട്ര സ്കൂളായിട്ട് ഇതിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്ക് അനിവാര്യമായി എന്ന് തോന്നുന്ന ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ളം സമ്പൂർണ്ണമാക്കുക, വൈദ്യുതി മേഖലയിൽ, റോഡ് ഗതാഗതങ്ങളിൽ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു നല്ല വികസനം ഉണ്ടാക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം 700 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേട്ടത് കിഫ്ബിയെക്കുറിച്ച് വിവിധ മണ്ഡലങ്ങളിലെ MLA-മാർ നമ്മളോട് പ്രതികരിച്ചതാണ്. നമുക്കിപ്പം അനിതാകുമാരി കൂടി ചേരുന്നു, സാമ്പത്തിക വിദഗ്ധയാണ്. ഡോക്ടർ വെൽക്കം. നേരിട്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം, കിഫ്ബി ഒരു സക്സസ്ഫുൾ മോഡൽ ആകണമെന്ന് താൻ പറയണമെങ്കിൽ
അതിന് സർക്കാരിന്റെ ഗ്യാരണ്ടി ഇല്ലാതിരിക്കണം എന്ന മാത്യു കുഴൽനാടന്റെ റെസ്പോൺസിനോട് ആദ്യത്തെ പ്രതികരണം. എന്റെ അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞ കിഫ്ബി എന്ന് പറയുന്ന ഒരു ബദൽ മോഡൽ തന്നെയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കിഫ്ബി വന്നു എന്നുള്ള ഒരു പ്രസക്തമായ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രീതി, നമ്മുടെ ഒരു ധനകാര്യ രീതി എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എപ്പോഴും കൂടുതലായിരുന്നു. അതായത് നമുക്ക് തനത് വരുമാനത്തിൽ നിന്ന് നമുക്ക് തനത് ചെലവുകൾ നേടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ചെലവാക്കുന്നത് കുറഞ്ഞു പോകാനുള്ള കാരണം നമ്മുടെ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ നമുക്ക് മീറ്റ് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് FRBM ആക്ട് വരുന്നത്. അപ്പൊ ആക്ട് വന്നപ്പോൾ നിങ്ങൾക്ക് 3% മാത്രമേ GSDPയുടെ നിങ്ങൾക്ക് കടമെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്താലും നമുക്ക് കൂട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കേരളത്തിന് എപ്പോഴും ഒരു പ്രത്യേക മോഡലുകൾ ഉണ്ടായിരുന്നു. മുമ്പും നമ്മുടെ സോഷ്യൽ സെക്ടറിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു കേരള മോഡൽ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിസിറ്റുകൾ ഉണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു ബദൽ മോഡൽ ചിന്തിച്ചതാണ്. 99 കിഫ്ബി ഉണ്ടായിരുന്നതാണ്. അതിനെ നമ്മൾ റീവാമ്പ് ചെയ്തെന്നേ ഉള്ളൂ. റീവാമ്പ് ചെയ്ത് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടിയും അതുപോലെ കുറച്ച് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുത്തുകൊണ്ട് അതിനെ ഒരു പ്രത്യേക ഡെവലപ്മെന്റ് ഫിനാൻസിങ് മോഡലായിട്ട് ആക്കിയെടുത്തു. എന്നിട്ട് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോട്ട് അതിനെ മാറ്റി കൊണ്ടുവന്നു. ഇതിൽ ഒരു പ്രസക്തമായ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില മേഖലകളിൽ പ്രൈവറ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റ് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ ആയാലും ശരി, നമ്മുടെ വാട്ടർ സപ്ലൈയുടെ അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങളായാലും ശരി, ഇങ്ങനെയുള്ള മേഖലകളിൽ മറ്റ് പ്രൈവറ്റ് മേഖല വന്ന് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് അനിവാര്യമാണ്. അപ്പൊ ഈ ഘട്ടത്തില് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിക്കൊണ്ടുള്ള ഒരു വികസനം നമുക്ക് പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഘട്ടത്തിലാണ് നമ്മൾ കിഫ്ബി എന്ന് പറയുന്ന ഒരു വികസന മോഡൽ കൊണ്ടുവരികയും ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന നികുതിയിൽ നിന്ന് തന്നെ മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൽ നിന്നായാലും ശരി, പെട്രോൾ സെസ്സിൽ നിന്നായാലും കുറച്ച് ഭാഗം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗവൺമെന്റ് മുന്നിലോട്ട് വന്നു. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മൾ പറയും എന്തിനും അങ്ങനെ കടമെടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അത് നമുക്ക് വയബിൾ ആണോ? ഞാൻ പറയുന്നു കേരളത്തിന്റെ GSDPയുടെ വർധനവും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു സംസ്ഥാനത്തിന്റെ GSDPയുടെ വർധനവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുറവാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഇക്കോണമിക്ക് കടമെടുക്കാനുള്ള വയബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെങ്കിൽ പോലും കേരളത്തിന് മറ്റു മാർഗങ്ങളില്ല. നമ്മൾ ഈ പറയുന്ന FRBM അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ഫിസ്ക്കൽ ഫിനാൻസിങ്ങിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് വികസനത്തിന് ഇൻഫ്രാസ്ട്രക്ചറിന് ചെലവാക്കാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ തരത്തിൽ ഒരു ആലോചന നടത്തിയതും അത് കേരളത്തിന്റെ ദൂരവ്യാപകമായ ഒരു വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്നുള്ളതാണ് എന്റെ ഒരു സാമ്പത്തിക വിദഗ്ധയുടെ നിരീക്ഷണമാണ്. ഡോക്ടർ അനന്തകുമാരി, ഞാൻ തിരിച്ച് ഡോക്ടർ അനന്തകുമാരിയിലേക്ക് എത്താം. രണ്ടാം ഘട്ടത്തിൽ രാജേഷിനെയും ഡോക്ടർ KN ഹരിലാലിനെയും കൂടി എനിക്ക് ചർച്ചയിലേക്ക് ക്ഷണിക്കണം. സർക്കാരിന്റെ ഗ്യാരണ്ടി ഇല്ലാതെ കിഫ്ബി പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ താൻ ഇതിനെ ഒരു സക്സസ്ഫുൾ മോഡലായി വിശേഷിപ്പിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ഡോക്ടർ KN ഹരിലാൽ. ശ്രീ മാത്യു കുഴൽനാടൻ ഈ കിഫ്ബിക്കെതിരായിട്ട് ഹൈക്കോടതിയിൽ വരെ പോയ ആളാണ്. കിഫ്ബിക്കെതിരല്ല, മസാല ബോർഡിനെതിരെ. ഞാനൊന്ന് തിരുത്തിക്കോട്ടെ, കിഫ്ബിക്കെതിരെ അല്ല മാത്യു പോയത്, മസാല ബോർഡിന്. ഇതുമായി ബന്ധപ്പെട്ടാണ്. ആയിക്കോട്ടെ, അത് അദ്ദേഹം പിന്നീട് വിശദീകരിക്കട്ടെ. എന്തായാലും ഇപ്പോ ഇതൊരു പുതിയ ഐഡിയ ഒന്നുമല്ല, വളരെ പഴയ ആശയമാണ്. വലിയ വിപ്ലവം ഒന്നും ഇതിന്റെ പേരിൽ പറയണ്ട എന്നുള്ള ഒരു നിലപാട് മാറ്റത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ആരാണ് പറഞ്ഞത് വലിയ വിപ്ലവമാണെന്നും കണ്ടുപിടുത്തമാണെന്നും? കിഫ്ബി UDFന്റെ കാലത്ത് തന്നെ ആലോചിച്ചൊരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റും മറ്റു ഗവൺമെന്റുകളും എല്ലാം ഈ ബജറ്റിന് പുറത്ത് ഉള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി പണം മൊബിലൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ഉണ്ടായത് ഇതിനു മുമ്പുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി IT ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് വായ്പ എടുത്തിട്ടാണ്. അത് കേരളത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അത് കുറച്ചുകൂടെ സ്കെയിൽഡ് അപ്പ് ആയിട്ടുള്ള ഒരു മോഡലിൽ നടപ്പാക്കുന്നേ ഉള്ളൂ. അതിനുവേണ്ടി അനാവശ്യമായിട്ടുള്ള വിവാദമാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഇനി നമ്മൾ 2 സർക്കാർ സപ്പോർട്ടഡ് കമ്പനികൾ എടുക്കുക. രണ്ടുപേരും ശ്രീ ആദികേശവന്റെ ബാങ്കിലേക്ക് വായ്പയ്ക്ക് ചെല്ലുന്നു. അവിടെ രണ്ടുപേർക്കും ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. ആദ്യത്തെ സ്ഥാപനത്തിന് നല്ല പ്രോഫിറ്റ് പെർഫോമൻസ് ആണ് അവരുടെ ബാലൻസ് ഷീറ്റിൽ. രണ്ടാമത്തേത് നിരന്തരമായ നഷ്ടത്തിലാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓഡിറ്റ് പ്രശ്നങ്ങളുണ്ട്, ഓഡിറ്റ് നടന്നിട്ടില്ല. അപ്പൊ ഒരു ബാങ്കറെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും അവര് വായ്പ കൊടുക്കാൻ തയ്യാറാവുക നല്ല പെർഫോമൻസ് ഉള്ള കമ്പനിക്കായിരിക്കും. കിഫ്ബിയുടെ കേസിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു,
അതിന് ഈ 2 നികുതികളും ബ്ലഡ് ചെയ്തിട്ടുണ്ട്. മാത്യു കുഴൽനാടന്റെ പാർട്ടി കൊലീഗ്സും കൂടി ഇരുന്നിട്ടാണ് നിയമസഭയിൽ അത് നിയമമാക്കിയത്. അപ്പൊ ആ നിലയ്ക്ക് നല്ല ഒരു സപ്പോർട്ട് അതിന് ഉണ്ട്. ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ ഇത് ഗവൺമെന്റിന്റെ പരിപാടി തന്നെയാണ്. അപ്പോ അതിന് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ വായ്പ കൊടുക്കാൻ തയ്യാറാവും. ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും KSRTCയോ അതല്ലെങ്കിൽ സ്ഥിരമായി നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം കിഫ്ബിയോട് ഉണ്ടാവും. അതാണ് കിഫ്ബിയുടെ അട്രാക്ഷൻ. ഇനി മറ്റ് ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഒരു കാര്യം ഇത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നിലവിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇതുവരെ ഈ അവരുടെ വികസന പ്രവർത്തനങ്ങളിൽ, പശ്ചാത്തല മേഖലാ വികസനങ്ങളിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സോഷ്യൽ രാജ്യങ്ങളും പറയേണ്ട കാര്യമില്ല, ഇവരെല്ലാം തന്നെ പൊതുവായി കടമെടുത്തിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഈ 3% എന്നുള്ളത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു യാഥാസ്ഥിക ധനകാര്യ നിലപാടാണ്. അത് നിയോ ലിബറലിസവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് മൻമോഹൻ സിംഗും ചിദംബരവുമാണ് നമ്മുടെ നാട്ടിൽ ആഘോഷമായിട്ട് നടപ്പിലാക്കിയത്. അതിൽ രാഹുൽ ഗാന്ധിയും കുഴൽനാടനും ഒക്കെ മറുപടി പറയണം. പക്ഷെ ഇന്നിപ്പോ അതിന് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദിയും ഇപ്പോഴത്തെ ധനമന്ത്രിയുമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഒടുവിൽ റിലാക്സ് ചെയ്തു, ഇപ്പോ കടമെടുക്കുന്ന പരിധി ഉയർത്തി. അതെ, തീർച്ചയായിട്ടും ഇപ്പോ അത് നല്ലൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അവര് കടമെടുക്കുന്നതിന് പരിധി ഉയർത്തി. എന്തായാലും ലോകരാഷ്ട്രങ്ങളൊക്കെ പരിചയിച്ച ഒരു രീതിയാണ് വായ്പ എടുത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ കേരളത്തില് ഇടതുപക്ഷ യഥാർത്ഥത്തിൽ ബജറ്റ് വഴി തന്നെ വായ്പ എടുക്കുന്നതാണ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ. ആ ഓപ്ഷൻ ഡിനേ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഈ കിഫ്ബി പോലെയുള്ള സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത്. ഒറ്റ നിമിഷം ഞാൻ ഒന്ന് ഇടപെട്ടുകൊണ്ട് PR ശിവശങ്കറിലേക്ക് പോയതിനു ശേഷം രാജേഷിലേക്കും VK പ്രസാദിലേക്കും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ PR ശിവശങ്കർ ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. അതായത് ആദ്യ വർഷം ഡോക്ടർ ഐസക് പറഞ്ഞ പണം മുഴുവൻ ചെലവായിട്ടില്ല 5 വർഷം കൊണ്ട്. അത് ശരിയാണ്, അത് ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ 50,000 കോടി രൂപയുടെ ഒരു പരിപാടി മുന്നോട്ട് വെക്കാനുള്ള ഇമാജിനേഷൻ ഉണ്ടായി. അത് വളരെ വേഗത്തിൽ ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പവർ ഹൈവേയുടെ കാര്യത്തിലും ഗെയിലിന്റെ കാര്യത്തിലും നാട്ടിൽ നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കാണുക. അതിനെയാണ് നമ്മൾ കാണേണ്ടത്. എനിക്ക് ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ വാചകത്തിൽ എനിക്ക് മറുപടി കിട്ടിയാലെന്നായിരിക്കും. UPA സർക്കാർ കൊണ്ടുവന്ന ഈ FRBM ആക്ടിന്റെ ഒരു പരിധിയെയും ഒരു ബാധ്യതയെയും മറികടക്കാൻ വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്നതാണ് കിഫ്ബി എന്ന ഹരിലാലിന്റെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ. ഇത് തന്നെയാണ് MP രാജേഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതും. അതിനോടുള്ള വളരെ ക്വിക്കായിട്ടുള്ള റിയാക്ഷൻ, കാരണം മാത്യു കുഴൽനാടന്റെ ചോദ്യം ഇപ്പോഴുമുണ്ട്. ആ ചോദ്യത്തിന് MP രാജേഷ് നൽകിയ മറുപടി താങ്കൾക്ക് കൂടി കൺവിൻസിംഗ് ആണോ? ഇത് സർക്കാരിന്റെ വികസന പരിപാടിയാണ്, സർക്കാരിന്റെ ഫണ്ടിംഗ് പരിപാടിയാണ്, സർക്കാരിന്റെ കോർപ്പറേറ്റ് ആണ്, സർക്കാരിന്റെ കോർപ്പറേറ്റ് ബോഡിക്ക് പിന്നെ സർക്കാരല്ലാതെ ആര് ഗ്യാരണ്ടി കൊടുക്കുമെന്ന ചോദ്യം. ഇതിന് വളരെ ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഞാൻ രാജേഷിലേക്കും VK പ്രസാദിലേക്കും വളരെ വേഗം എത്താം. ഈ കടങ്ങൾ വന്നേക്കുന്നത് അൺകണ്ടീഷണലി ആൻഡ് ഇർറിവോക്കബിളി ബോറോയിങ് ആണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കടബാധ്യതകൾ എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത് ആദികേശവൻ സാറിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ്. ഇപ്പൊ പെട്രോൾ പാർക്ക് ഉണ്ടാക്കുന്നു. ഡോക്ടർ അരുൺ, താങ്കൾ മനസ്സിലാക്കണം, ഈ ഫോസിൽ ഫ്യൂലൊക്കെ എത്ര വർഷത്തേക്കാണെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഈ പെട്രോൾ പാർക്കിൽ ഉണ്ടാക്കുന്ന ഈ ഗ്യാരണ്ടി ഈ പ്രൊഡക്റ്റിനൊക്കെ എത്ര നാൾ നമുക്ക് വരുമാനം സൃഷ്ടിക്കാൻ പറ്റും? ഗ്യാരണ്ടിയില്ലാതെയാണോ സാർ പ്രധാനമന്ത്രി BPSL ഇനാഗുറേഷൻ നടത്തിയതെന്നൊരു ചോദ്യം കൂടി മറുഭാഗത്തുണ്ട്. നമുക്ക് അത് ചർച്ച ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും അതും ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു കണക്ടിവിറ്റി, ഈ ഗ്രിഡിന്റെ വരുമാനം ആദികേശവൻ സാർക്ക് ആസ് എ ബാങ്കർ എഗ്രി ചെയ്യാം. ബാങ്കർക്ക് വരുമാനം മാത്രമാണ്. പക്ഷേ ഈ ഗ്രിഡിൽ നിന്നുന്ന കറണ്ട് കൊണ്ട് നിങ്ങൾ 8 രൂപയോ 10 രൂപയോ ചാർജ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നൽകുമെന്നുള്ളതാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് വിദേശത്തുള്ള ഏതോ അജ്ഞാതനായ മുതലാളിക്ക് ഞങ്ങൾ പണം നൽകുമെന്നാണ് ഈ സംസ്ഥാന സർക്കാർ പറയുന്നത്. അത് കൊള്ളയാണ്. അത് കുറയ്ക്കുകയായിരുന്നു വേണ്ടത്. അപ്പൊ നിങ്ങൾ നിരന്തരമായ വലിയ പലിശയ്ക്ക് കടമെടുത്തുകൊണ്ട് ഇവിടുത്തെ ഗ്രിഡ് പോലെ കണക്ടിവിറ്റി ഞങ്ങൾ ഇവിടുത്തെ കർഷകരുടെയും പാവപ്പെട്ടവന്റെയും ഇലക്ട്രിസിറ്റി വരുമാനത്തിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പണം നൽകാമെന്നുള്ളതും അതും അൺകണ്ടീഷണലി ഇർറിവോക്കബിളി തരാമെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് ലെഫ്റ്റിസ്റ്റ് നയമാണെന്ന്. അത് എന്നിട്ട് കടമെടുക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നത് ലിബറൽ നയമാണെന്നാണ് ഹരിലാൽ സാർ പറയുന്നത്. സാർ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക്
കടമെടുക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ മക്കളോട് നിരന്തരം കടമെടുത്തോളൂ, അത് അടുത്ത തലമുറ അടച്ചു തീർക്കുമെന്ന് പറയുന്നത് ആ നയം ശരിയാണെന്ന് താങ്കൾ പറയുന്നത് തലമുറയുടെ പ്രശ്നം ഉദിക്കത്തില്ലല്ലോ. അതാത് വർഷം ആന്വിറ്റി സ്കീമിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റിന്റെ പ്രവർത്തന രീതിയല്ലേ ഇതിനുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശദീകരിക്കുക. എനിക്ക് തോന്നുന്നത് വി കെ പ്രസാദ് ഇതിനെ താങ്കൾ രണ്ടാമൂഴമല്ല, ഞാൻ ഈ കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം പറയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. കാരണം FRBM ആക്ടിന്റെ പരിമിതിയെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ മറ്റൊരു വഴിയും ഇല്ലാതിരുന്നപ്പോൾ സർക്കാർ എടുത്ത് പ്രയോഗിച്ചതാണ്. ഉറങ്ങിക്കിടന്നിരുന്ന ആശയത്തെ തോമസ് ഐസക് ഒന്ന് ഉണർത്തുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ്. അതിൽ മാത്യു കുളനാടൻ അടക്കമുള്ളവർക്ക് സാങ്കേതികമായ അടിസ്ഥാനമായ അതിന് വിയോജിപ്പുമില്ല എന്നുള്ളതാണ്. പ്രസാദിലേക്ക് പോകണം. വികെ പ്രസാദ്, ഈ ഇപ്പോൾ ശിവശങ്കർ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഗ്രിഡ് തന്നെ ഉദാഹരണമായി മുന്നിലേക്ക് വെച്ചുകൊണ്ട് ചർച്ചയുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്യു കുളനാടന്റെ ചോദ്യം അവിടെ കിടക്കുന്നു. അതിന് MP രാജേഷ് ഒരു മറുപടി നൽകി. ആ മറുപടി തന്നെയാണ് KN ഹരിലാലും നൽകിയിരിക്കുന്നത്. ആദി കേശവൻ സാർ അതിന് മറുപടി നൽകി. PR ശിവശങ്കറിന്റെ ഈ ചോദ്യത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ട്രാൻസ്ഗ്രിഡ് അടക്കം ഊർജോൽപാദനത്തിൽ സർക്കാർ മികച്ച നേട്ടം കൈവരിക്കും ഈ കിഫ്ബി പദ്ധതി കൊണ്ട്. പക്ഷേ അതിന്റെ ലാഭം പോകുന്നത് ഈ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. അതിന്റെ നേട്ടം നാട്ടിലുണ്ടാവില്ല എന്നാണ് PR ശിവശങ്കറിന്റെ വാദം. അതിനുത്തരം പറയുന്നതിന് മുമ്പ് കിഫ്ബി എന്ന മോഡലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വാസ്തവത്തിൽ കിഫ്ബി പുതിയ ആശയമൊന്നുമല്ല. നെഹ്റുവിന്റെ കാലത്ത് മുതൽ ഇന്ത്യ ഗവൺമെന്റ് പിന്തുടർന്നിരുന്ന കെയ്നീഷ്യൻ നയത്തിന്റെ തുടർച്ച മാത്രമാണ്. അതായത് വായ്പ സമാഹരിക്കുക. നെഹ്റുവിന്റെ കാലത്ത് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ് LIC ഓഫ് ഇന്ത്യ. LIC ഓഫ് ഇന്ത്യ കടമെടുക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. പോളിസി ഹോൾഡേഴ്സിൽ നിന്ന് പ്രീമിയം വഴി കളക്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ പോളിസിയും അണ്ടർറൈറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയാണ് GICയും നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ ICICI എന്ന പഴയ സ്ഥാപനവും ഇവരെല്ലാവരും ഗവൺമെന്റ് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് കടമെടുത്തിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കെയ്നീഷ്യൻ ഒരു പോളിസിയുടെ ഭാഗമായിട്ട്, അതായത് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ വിപണിയിൽ പണമില്ലാത്തൊരവസ്ഥ, സമ്പദ് വ്യവസ്ഥ ചുരുങ്ങുന്നൊരവസ്ഥ വരുമ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു നയം മാത്രമാണത്. അതുകൊണ്ട് കിഫ്ബി എന്നുള്ളത് വളരെ വിപ്ലവകരമായ ഒരു മോഡൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ആശയം എന്ന നിലയ്ക്ക് പറയുന്നത് അത് അങ്ങനെ ഒരു അവകാശവാദം സർക്കാർ മുമ്പോട്ട് വെക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ ശിവശങ്കർ ഉന്നയിച്ചത് ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ പേരിലാണ്. അങ്ങനെ ആ ഒരു വാദം ശരിവെക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയം അനുസരിച്ച് ഡിഫൻസും അഗ്രികൾച്ചറും അടക്കം സമസ്ത മേഖലകളിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പെർമിസിബിൾ ആണ്. അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും മാർക്കറ്റിൽ വരുന്നു. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അതായത് നമ്മുടെ ഓഹരി വിപണിയിൽ പലപ്പോഴും വില വളരെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അതേപോലെ താഴേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ വിപണിയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ ധനമന്ത്രിമാർ തന്നെ ഇടപെട്ടുകൊണ്ടാണ് IDBIയും അതുപോലെയുള്ള LICയും ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിപണിയെ പിടിച്ചു നിർത്തുന്നത്. ആ സമയത്ത് ഈ നഷ്ടം ആരാണ് സഹിക്കുന്നത്? ഈ സ്ഥാപനങ്ങളാണ് സഹിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണമാണ്. ആ തരത്തിലൊരു ഒരു സമ്പ്രദായം ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ട്രാൻസ്ഗ്രിഡിന് പണം കൊടുക്കുന്നുവെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യേണ്ടി വരും. ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ കൂടുതൽ ചെലവ് അതിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യേണ്ടി വരും. അത് ഒരു 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 മാതൃകയായി അല്ലെങ്കിൽ ദോഷകരമായ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കടബാധ്യതയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2020 ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയുടെ കണക്കനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2021 മാർച്ച് 31 എക്സ്പെക്ടഡ് കടഭാരം എന്ന് പറയുന്ന 110 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ കടം എന്ന് പറയുന്നത് ഒരു അനാവശ്യമായ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം എന്ന് ആർക്കും പറയാൻ കഴിയില്ല. മാത്രമല്ല ഇത് അന്തർദേശീയ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡോളർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിസർവ് കറൻസിയാണ്. ആ ഇന്റർനാഷണൽ റിസർവ് കറൻസി എന്ന നിലയ്ക്ക് ഡോളറിലേക്ക് എല്ലാ രാജ്യങ്ങളും അവരുടെ അസറ്റ്സ് നിക്ഷേപിക്കുമ്പോൾ അതാണ് വാസ്തവത്തിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ കൈവശം വരുന്ന ഏറ്റവും വലിയ ഫണ്ട്. എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ ദശാബ്ദങ്ങളായി അവരുടെ പക്കൽ ആ ഫണ്ടുണ്ട്. അതൊരു കടബാധ്യത തന്നെയാണ്. അതുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ അമേരിക്കൻ ഗവൺമെന്റ് ലോകത്തൊട്ടാകെയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന ഒരു നിലപാട് എനിക്കില്ല. അതിന്റെ വിനിയോഗം, അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പണം,
ആ പണത്തിലൂടെ ഗവൺമെന്റിലേക്ക് തന്നെ എത്തുന്ന വരുമാന വർധനവ്, ആ തരത്തിൽ ഈ കടത്തെ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് ഈ മോഡലിന്റെ ഭാഗമാണ്. അതാണല്ലോ ഇതിന്റെ അസറ്റ് ലയബിലിറ്റി മോഡൽ എന്ന് പറയുന്നതിന്റെ ചങ്കായ ഭാഗം അതാണ്. രാജേഷ് നമുക്കൊപ്പമുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ. രാജേഷ്, ഈ പറഞ്ഞതിന്റെ തുടർച്ച എന്ന നിലയിൽ രാജേഷ് എങ്ങനെയാണ് കിഫ്ബിയെ സമീപിക്കുന്നത്? ഈ മെട്രോമാൻ ഇ ശ്രീധരൻ എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്, പക്ഷേ അത്ര മികച്ച സാമ്പത്തിക വിദഗ്ധനല്ല എന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇപ്പോൾ പുറപ്പെടുവിച്ചത്? ഞാനൊരു മാനേജ്മെന്റിന്റെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എടുക്കും. എന്റെ വീട്ടിൽ എന്റെ മദർ ഒരു അധ്യാപികയാണ്, ഒരു ടീച്ചറാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഈ കിഫ്ബിയുടെ കാര്യം, അവർ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ സാധാരണ മലയാള മനോരമ പത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവരുടെ സംബന്ധിച്ച് ഇതിലുണ്ടായ കിഫ്ബി കൊടുത്തിട്ടുള്ള ഒരു പെർസെപ്ഷണൽ ചേഞ്ച് വളരെ ഹൈ ആണ്. ഞാൻ കോഴിക്കോടാണ്. അപ്പൊ അവർ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്കൂളുകൾ, കാരണം ഒരു സ്കൂൾ അധ്യാപികയായി റിട്ടയർഡ് ആയതുകൊണ്ട് മദർ പറയുന്നു സ്കൂളുകൾ ഇതൊക്കെ ഇത്ര വേഗം ഗവൺമെന്റിന് ഇത്ര നല്ലൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ഇത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാനും ഇനി എത്ര കാലം നമുക്ക് നോക്കിയിരിക്കാം? ഈ ഗവൺമെന്റ് നോക്കിയിരിക്കാതെ തന്നെ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് അറിയാതെ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഗവൺമെന്റ് അറിയാതെ, പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റിൽ സക്സസ് ആവുന്നത്. ഗവൺമെന്റ് അറിയാതെ തന്നെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ സാധാരണ ജനങ്ങളിൽ പെർസെപ്ഷൻ വാല്യൂ എന്ന് ഞാൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു, വളരെ ഹൈ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഈ ഡെവലപ്മെന്റ് ഇഷ്യൂ, ചില സർവേകൾ അതല്ല എന്ന് പറഞ്ഞു വന്നെങ്കിൽ പോലും ഡെവലപ്മെന്റ് ഇഷ്യൂ ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാം സെക്കൻഡറി ആണ്. അപ്പൊ അതിന്റെ ഒരു സക്സസ് ആണ്. മറ്റൊരു ഫാക്ടർ 24 നടത്തിയ സർവേയിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക വിഷയമായി കണ്ടെത്തിയത് ഡെവലപ്മെന്റ് ആണ്. അങ്ങനെ ഡെവലപ്മെന്റ് ചർച്ച ചെയ്യുകയാണെങ്കിൽ LDFന്റെ സാധ്യത കൂടുമെന്ന് പോലും നമ്മളുടെ ഈ സർവേ ഫലത്തിൽ ഉണ്ടായിരുന്നതാണ്. എക്സാക്ട്ലി, ഞാൻ ആ സർവേ തന്നെയാണ് പറഞ്ഞത്. ആ സർവേ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഡെവലപ്മെന്റ് ഇഷ്യൂ തന്നെയാണ് ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. ഗവൺമെന്റ് അറിയാതെ തന്നെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കോമൺ മാന്റെ പെർസെപ്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മാർക്കറ്റിംഗിൽ എന്തിൽ മാനേജ്മെന്റിൽ നമ്മൾ കുട്ടികൾക്ക് വളരെയധികം പറഞ്ഞു കൊടുക്കുന്നത് പെർസെപ്ഷൻ ബിൽഡിംഗ് ആണ്. ഫാക്ട് വേറെ ആയിരിക്കാം, പെർസെപ്ഷൻ ആയിരിക്കും കറക്റ്റ്. നമ്മൾ ഇതിൽ എല്ലാ ഫിഗേഴ്സും സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഞാൻ സെൻട്രൽ ബഡ്ജറ്റ് ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിഗേഴ്സ് തെറ്റാണെന്നും അത് ഞാൻ കൃത്യമായി പറഞ്ഞു. സർവേ നടത്താതെ തന്ന ഫിഗറാണ്. അഗ്രികൾച്ചറിൽ പോസിറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. കരൺ താപ്പറിന്റെ ഇന്റർവ്യൂവിൽ പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറഞ്ഞൊരു പോയിന്റ്. അതേപോലെ ഇത് പെർസെപ്ഷണൽ വാല്യൂവിൽ വളരെ ഹൈ ആണ്. ഈ ഗവൺമെന്റിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ചെറിയ കാര്യമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ കിറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഇതും എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് അറിഞ്ഞ് ചെയ്തതായിരിക്കുന്നു. പക്ഷെ ഗവൺമെന്റ് അറിഞ്ഞ് ചെയ്തിട്ടല്ലെങ്കിൽ പോലും ആ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെയധികമാണ്. നമ്മൾ വേറെ പല ഇഷ്യൂസും അത് ഇമ്പാക്ട് കോമൺ മാന്റെ പെർസെപ്റ്റീവില് അത് മാസിന്റെ ഇടയിൽ ഇത് പോസിറ്റീവ് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് എനിക്ക് 100% അടിവരായിട്ട് പറയാൻ പറ്റും. രണ്ടാമത് ഇവിടെ ആർഗ്യൂ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്ന് പറയുന്നത്, ബാങ്കിങ് വിദഗ്ധർ ഇവിടെ ഉള്ളപ്പോൾ അവരോടുള്ള വിത്ത് റെസ്പെക്ട് ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ അവരോട് തിരിച്ചോട്ടെ. ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ, ചെറിയ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ ശരിയാണ്, അല്ലാതെ ബാങ്കിങ്ങിലും കൃത്യമായ വാല്യുവേഷൻ നടത്താൻ എക്സ്പേർട്സ് ഇല്ല. പ്രത്യേകിച്ചും ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് കാര്യങ്ങളിലേക്ക് വാല്യുവേഷൻ മോഡൽസ് വളരെ വീക്കാണ്. അവരുടെ വാല്യുവേഷൻ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ്സുകൾക്ക് കടം കൊടുത്തിട്ട് അത് വലിയ രീതിയിൽ ഫ്ലോപ്പ് ആയി പോകുന്നു. അതുകൊണ്ട് ഫുൾ പ്രൂഫ് അല്ല. രണ്ടാമത് ഈ കിഫ്ബിയുടെ വായ്പയ്ക്ക് പോയപ്പോൾ ഗവൺമെന്റ് ആദ്യം ഇറക്കിയ പ്രോസ്പെക്ടസ് രണ്ടാമതും അത് മോഡിഫൈ ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഫണ്ട് കൊണ്ടുവന്നത്. അത് ഉറപ്പാണ്. കാരണം ഈ CDSലെ മാഡം ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഇതിലേക്ക് പ്രൈവറ്റിന്റെ മുതൽ മുടക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഒരുപാട് കുറച്ചും കൂടി, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും, നമ്മൾ ഫൈനാൻഷ്യൽ ടെർമിനോളജിയിൽ വാക്ക് എന്ന് പറയും, അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് കുറച്ച് ഹൈ ആണ്. ആ കാര്യത്തിൽ ഒരു റീതിങ്കിങ് വേണം. ആ ഒരു ആസ്പെക്ട് കോമൺ മാന്റെ പെർസ്പെക്റ്റീവിലാണ് ശ്രീധരൻ സാർ പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നത് കേരളം അല്ല ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഒരു ആദരണീയനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇനിയും തിരുത്താലോ? അല്ല, എൻ്റെ ഒരു സംശയം രാജേഷ്, ഇപ്പം ഈ ശ്രീധരൻ്റെ കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം ഇത് കണക്കുകൾ പരിശോധിക്കാതെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായും സൊസൈറ്റിയിൽ ഒരു സംശയം ഉണ്ടാകും. താങ്കൾ പറഞ്ഞതുപോലെ ഹൈ പെർസെപ്ഷൻ വാല്യൂവിൽ നിൽക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ ഈ മോട്ടോർ വാഹന നികുതിയുടെയും പെട്രോൾ സെസ്സിൻ്റെയും കണക്കിപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് പ്രകാരം ഇതുവരെ 7756 കോടി രൂപ ഇത് രണ്ടും വഴി സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം സർക്കാരിന് ഈ കിഫ്ബി പദ്ധതികളിലാവട്ടെ 8700 കോടി രൂപയുള്ളൂ. ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലയബിലിറ്റി എന്നുള്ള ഒരു ഇംപ്രഷൻ സർക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടും ഈ മോട്ടോർ വാഹന നികുതിയുടെയും പെട്രോൾ സെസ്സിൻ്റെയും കണക്കുകൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടും ഇതും മനസ്സിലാക്കാതെ ഈ ശ്രീധരൻ പ്രതികരിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദാറ്റ്സ് മൈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
അല്ല, ഞാൻ അരുണിനോട് ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹൈ ആണ്. ഞാൻ എല്ലാ ചർച്ചകളും 3 ചാനലിൽ ഇതിൽ ചർച്ച പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹൈ ആണ്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ ഇത്രയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം എടുത്ത കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്, ഇതിലെ ഒരുപാട് എക്സസ് ഫണ്ട് നമ്മൾ UTI ബാങ്കിൽ സൂക്ഷിച്ച് ഹയർ റേറ്റിൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഫണ്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി സംബന്ധിച്ച് നമുക്കൊരു മോശമാണ്. ഞാൻ മണി അനന്ത ശിവത്തിലേക്ക് വന്നത്. മണി അനന്ത ശിവം, കിഫ്ബിയുടെ വയബിലിറ്റി, ശ്രീധരന്റെ ആർഗ്യുമെന്റ്, ആകാശകുസുമം എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം എങ്ങനെ കാണും? അരുണ, ഞാൻ നേരത്തെ എല്ലാവരും പറഞ്ഞതിനോട് ഒരു പരിധിവരെ യോജിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ മനസ്സിലാക്കുവാനാണ്. ഈ ആകാശകുസുമം എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, കിഫ്ബി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആരും എതിർപ്പ് പറയുന്നില്ല. അധികശൻ സാർ പറഞ്ഞ പോലെ തന്നെ കിഫ്ബി എന്ന കോൺസെപ്റ്റ് വളരെ നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ കിഫ്ബിയുടെ ബാലൻസ് ഷീറ്റും അതുപോലുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ്ങും അതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ അബദ്ധമാണ്. ഒരു ഫിനാൻഷ്യൽ പ്രൂഡൻസ്, അതായത് ഒരു പബ്ലിക് ഒരു SPV അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫിനാൻഷ്യൽ പ്രൂഡൻസ്, 2 ജൂറിസ് പ്രൂഡൻസ്. ഫിനാൻഷ്യൽ പ്രൂഡൻസും ജൂറിസ് പ്രൂഡൻസും കൂടെ ഉൾപ്പെട്ട് വരുന്ന ഒരു മോഡലാണ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ മൂലമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇതിൽ ഈ ഫിനാൻഷ്യൽ പ്രൂഡൻസ് എന്ന് പറയുന്ന കാര്യത്തിലാണ് ഫിനാൻഷ്യൽ പ്രൂഡൻസ് എന്ന് പറയുന്നത് 9.723 മസാല ബോണ്ട് എടുത്തിരിക്കുന്നത്. ഈ 9.723 മസാല ബോണ്ട് എടുത്തിട്ട് 401.12 കോടി രൂപ 31/3/2020 വരെ പലിശയായിട്ട് പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ബോണ്ടിലെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പ്രൈവറ്റ് വ്യക്തികളാണ്. അതേസമയം ആ പൈസ തന്നെ എടുത്തിട്ട് 8600 കോടി രൂപ ബാങ്കുകളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്ത് അത് ഇൻഫ്രാസ്ട്രക്ചറിൽ പോകാതെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് 190.92 കോടി രൂപയാണ്. അതിന്റെ അർത്ഥം ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിൽ നിന്നും പണം എടുത്തിട്ട് ഇതുകൊണ്ട് സമാഹരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് നടത്താതെ നമുക്ക് നഷ്ടം വന്നിരിക്കുന്ന ഏതാണ്ട് 110 കോടി രൂപയാണ് 2 വർഷം കൊണ്ട്. ഇത് മാർച്ച് 2030 കണക്കാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ശ്രീധരൻ സാർ പറഞ്ഞത് ഇന്നത്തെ സാമ്പത്തിക നില, ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ സാമ്പത്തിക സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. ഇപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് ബാലൻസ് ഷീറ്റ് എന്റെ മുമ്പിലുണ്ട്. ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞ് നോട്ട് നമ്പർ 20 പറയുന്നുണ്ട്. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്, ആർക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. നോട്ട് നമ്പർ 20 പറയുന്നത് ജനറൽ എഡ്യൂക്കേഷനിൽ 877 കോടി രൂപ, വാട്ടർ റിസോഴ്സസിൽ 719 കോടി രൂപ, 49 കോടി രൂപ, നബാർഡ് പ്രോജക്റ്റിൽ 90 കോടി രൂപ. അതിനുശേഷമുള്ള 2 കാര്യങ്ങൾ വളരെ ഭയാനകമാണ്. സെന്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. ദിസ് ഈസ് ടോട്ടലി, ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഇറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ കണക്റ്റഡ് ടു ദ ഇൻഫ്രാസ്ട്രക്ചർ. അതിന് നമുക്ക് സൂപ്പർവിഷൻ ചാർജസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് വിളിക്കാം. ഇതെല്ലാം കൂടെ ക്യാപിറ്റലൈസ് ചെയ്യാതെ 207 കോടി രൂപയുണ്ട്. അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ് 131 കോടി. ഇപ്പൊ 2386 കോടി രൂപയില് ഏകദേശം 308 കോടി രൂപ ഇതിൽ സെന്റേജ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആണ്. ദാറ്റ് കംസ് ടു അറൗണ്ട് 10%. അപ്പൊ ഈ 10% നമ്മളുടെ ഈ സെന്റേജ് മറ്റും വെച്ചിട്ട് 2386 കോടി രൂപയുടെ പ്രോജക്ട് ചെയ്യാൻ ഈ ശ്രീധരനെ മസാല ബോണ്ടിന്റെ കാര്യത്തിലാണ് താങ്കൾക്ക് ആക്ഷേപമുള്ളതെന്നാണ്. മസാല ബോണ്ട് മാത്രമല്ല, മസാല ബോണ്ട് മാത്രമല്ല, ഈ ഒരു 207 കോടി രൂപ, അതായത് 2386 കോടി രൂപയുടെ പ്രോജക്ട് 31/3/2000 ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റില് ഉള്ളതില് ഏകദേശം 238 കോടി രൂപ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെന്റേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതൊരു ബദൽ മാർഗമാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തമായ ഒരു ഉത്തരം തന്നെ നൽകേണ്ടതുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ആദികേശവൻ ചോദ്യത്തിന്റെ ഉത്തരം നൽകും. അതിനു മുമ്പ് നേരത്തെ മാത്യു സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കൂടി വരേണ്ടതാണ്. ശിവം, മാത്യു, താങ്കൾക്ക് തുടങ്ങാം, താങ്കൾ ഇടപെടുന്നു. അത് നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പാർട്ടിസിപ്പൻസിന്റെ എല്ലാത്തിനും അറിവിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ ഇതുവരെ ഇവിടെ ആർഗ്യൂ ചെയ്തു, ഞാൻ പറഞ്ഞ ഇപ്പൊ അരുണ പോലും, ഞാൻ അരുൺ കിഫ്ബിയെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ആംഗിൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. കിഫ്ബി വാസ് സോ സക്സസ്ഫുൾ ഇൻ മൊബിലൈസിങ് ഫണ്ട്സ്, അല്ലെ? നമ്മൾ കടം എടുക്കുന്നതിൽ വലിയ ഒരു വിജയപ്രദമായ ഇൻസ്ട്രുമെന്റ് ആണ് കിഫ്ബി എന്നാണ് ജനറലി ആർഗ്യൂ ചെയ്തു വരുന്നത്.
ഇതുവരെ കിഫ്ബി, എന്റെ കയ്യിലുള്ള കണക്കുകളാണ്, ഡിസ്പ്യൂട്ട് ഉണ്ടോ ഡിസ്പ്യൂട്ട്, ഇതുവരെ കിഫ്ബി മൊബിലൈസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 15,902.29 കോടി രൂപയാണ്. ഇൻക്ലൂഡിംഗ് കോർപ്പസ് ഫണ്ട് അല്ലേ? ഇൻക്ലൂഡിംഗ് കോർപ്പസ് ഫണ്ട് 15,000 കോടി രൂപ, 15,000 കോടി അല്ലെങ്കിൽ 16,000 കോടി രൂപ, 15,900. ഇല്ല, കൃത്യമായി പറഞ്ഞാൽ 15,744 കോടി രൂപ. കുറച്ചുകൂടി അപ്ഡേറ്റഡ് കണക്ക് എന്റെ കയ്യിലുണ്ട്. അപ്പൊ 15,902.29 കോടിയാണ് ഇതുവരെ മൊബിലൈസ് ചെയ്തത്. അതിൽ കോർപ്പസ് ഫണ്ട് 2,498 കോടി, 2,500 കോടി കൊടുക്കുക. അതുപോലെ ഷെയർ ഓഫ് മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഡിസംബർ 2021 വരെ 5,285 കോടി. അതിന്റെ സെസ് ഇനത്തിൽ വന്നത് 2,460 കോടി. പിന്നെ ടേം ലോൺസ് 2,450, അതും കൂടെ അവിടെ നിൽക്കട്ടെ. നബാർഡ് ലോൺ 565, ബോൺസ് ടു KSFE പ്രവാസി ചിട്ടി 311, ലോൺ നോർക്ക ഡിവിഡൻഡ് സ്കീം 182, മസാല ബോണ്ട് 2,150. അപ്പൊ ഇതിന്റെ ആദ്യം ഞാൻ പറഞ്ഞ മേജർ സ്റ്റഫ് മോർ ദാൻ 11,000-12,000 റുപ്പീസ് ഗവൺമെന്റ് എക്സ്ചക്കറിലേക്ക് നേരിട്ട് വരുന്ന പണമാണ്. 16,000 കോടി കിഫ്ബിയുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അവരായിട്ട് റേസ് ചെയ്തു എന്ന് പറയാൻ കഴിയുന്നത് 9.78% എടുത്ത മസാല ബോണ്ട്. ആ മസാല ബോണ്ട് എടുക്കാനുള്ള പ്രക്രിയക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം 200 കോടിക്ക് അടുക്ക, 200 കോടി ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 150 കോടിക്ക് അടുക്ക കയ്യിൽ നിന്ന് ചെലവായി. അത് എടുക്കണ പ്രോസസ് 11 കോടി 66 ലക്ഷം മാത്രമേ ചെലവായിട്ടുള്ളൂ. 11 കോടി രൂപ, 11 കോടി സംതിങ്, തെറ്റിപ്പോയതാണ് കണക്ക്. അത്രയും പൈസ കയ്യിൽ നിന്ന് ചെലവാക്കി 9.78% ഇത്രയും പൈസ എടുത്തിരിക്കുന്നു. ഇനി അടുത്തൊരു കണക്കോടെ ഞാൻ പറയട്ടെ, ഇതിന്റെ സക്സസ് മോഡൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. അതിനുശേഷം ഇപ്പോ കിഫ്ബി ചെലവാക്കി എന്ന് പറയുന്ന പണം നേരത്തെ അരുൺ പറഞ്ഞു 8,000 സംതിങ്. സോ 7,000 കോടി രൂപ കിഫ്ബിയുടെ കയ്യിൽ ഫണ്ടായിട്ട് ബാക്കിയിരിക്കുകയാണ്. അത് ഇവരിട്ടിരിക്കുന്നത് ആക്സിസ് ബാങ്കില് 4 മുതൽ 6% വരെ പലിശ കിട്ടും. ബാങ്ക് ഓഫ് ബറോഡയിൽ 3% മുതൽ 5% വരെ പലിശ കിട്ടും. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 5%, കാനറ ബാങ്കിൽ 3%, HDFCയിൽ 4%, ICICയിൽ 4.85%, ഇന്ത്യൻ ബാങ്കിൽ 3%, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2.7%, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 3%. 2,150 കോടി രൂപ 9.78% പലിശയ്ക്ക് എടുത്തിട്ട് ഇപ്പോ 7,000 ചില്ലാനും കോടി രൂപ 3 രൂപ പലിശയ്ക്ക് ബാങ്കിൽ കടക്കുകയാണ്. Now you tell me, Arun, whether KIFBI is an exciting model. Okay. ശ്രീ അരുൺ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച്, അതായത് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടന്റ് അദ്ദേഹവും ഡോക്ടർ മാത്യു കുഴൽനാടനും ഒക്കെ സംസാരിച്ചത് ഈ കിഫ്ബിയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യന്റ് എന്നുള്ള ധ്വനിയിൽ വരുന്ന ഒബ്സർവേഷൻസ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്, ബിക്കോസ് ദിസ് എൻ വെരി ഇൻട്രസ്റ്റിംഗ് വെബിനാർ. ഒന്ന്, ശ്രീ ഈധരൻ സാറ് പറഞ്ഞതിനെ കുറിച്ച് ആ ഒരു പെഗ് മാത്രം വെച്ചുകൊണ്ട് അരുൺ വീണ്ടും പറയുന്നതുകൊണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ ഒബ്സർവേഷൻ ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി ഞാൻ ആദരിക്കുന്ന ഒരു വ്യക്തിയുള്ള എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസിനെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം ഈ കോൺവെർസേഷനിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. 2, ബഹുമാനപ്പെട്ട ശ്രീ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ട്രാൻസ്ക്രിപ്റ്റിന്റെ ഒരു നിമിഷം, താങ്കൾ ഈ ബഹുമാനം ഉള്ളത് കൊണ്ട് അഭിപ്രായം ഒഴിവാക്കുന്നു എന്നതാണോ, അതോ ബഹുമാനം ഉള്ളത് കൊണ്ട് അഭിപ്രായത്തെ സാധൂകരിക്കുന്നു എന്നാണോ? ഇല്ല, അതല്ല. അരുൺ, വാട്ട് ഹാപ്പൻ, ഞാൻ പറയാമല്ലോ, നമുക്കൊരു അരുൺ, ഐ തിങ്ക് യു വിൽ അഗ്രി, ഒരു ഫണ്ടമെന്റൽ ഫ്ലോ
ഒരു വ്യക്തി പറഞ്ഞ ഒബ്സർവേഷനെ കുറിച്ച് ആ വ്യക്തിയുടെ അഭാവത്തിൽ ആ വ്യക്തി ക്ലാരിഫൈ ചെയ്യുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് അതൊരു പൊളിറ്റിക്കൽ ഡൊമൈനിൽ അത് വന്നു കഴിഞ്ഞു, ചർച്ച കഴിഞ്ഞു ശ്രീ ആദികേശവൻ. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് ശ്രീധരൻ ഈ BJP-യിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയാൽ പോലും അത് ചർച്ചയാകും. കാര്യം ഇതൊരു പബ്ലിക് ഫിഗർ ആണല്ലോ, പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ. മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നത് അതിലേക്ക്, അതായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു ഒറ്റ വാചകം വെച്ചുകൊണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കിഫ്ബിയെ കുറിച്ച് ഞാൻ April 9, 2020 ബിസിനസ് ലൈനിൽ ഒരു ലേഖനം എഴുതി, വിച്ച് ഇസ് ഓൺ ദ റെക്കോർഡ്. അപ്പം ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികളും കാണുന്നവരോടും എല്ലാ കാര്യങ്ങളും ഒരു ചർച്ചയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് എന്റെ വ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് April 9, 2020 ബിസിനസ് ലൈനിലുണ്ട്. അതിലേക്ക് അത് പോട്ടെ, അത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ എല്ലാ കാര്യങ്ങളും ഒരു ചർച്ചയിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് സെന്റൻസസ് മാത്രം എടുത്തുകൊണ്ട് ചിലപ്പോ വ്യാഖ്യാനങ്ങൾ മറ്റുള്ള രീതിയിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ബഹുമാനപ്പെട്ട ശ്രീ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ട്രാൻസ്ക്രിപ്റ്റ് പോലത്തെ പദ്ധതികൾ കേരളത്തിലെ ഈ ഡെവലപ്മെന്റ് ഡിസ്കഷനിൽ നാം തീരുമാനിക്കേണ്ട ഒരു കാര്യം കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രീബീസ് മാത്രം കൊടുത്തുകൊണ്ട്, അതായത് ചാർജ് ചെയ്യാതെ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എത്ര നാള് നമുക്ക് തുടർന്നു പോകാൻ സാധിക്കും? ഏറ്റവും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം, കോട്ടൺ ഹിൽ ഹൈസ്കൂളിലെ നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. കോട്ടൺ ഹിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുട്ടികളുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥരുടെ കുട്ടികളുണ്ട്, വളരെ സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുണ്ട്. എല്ലാവർക്കും നമുക്ക് എത്ര വർഷത്തേക്ക് ടോട്ടലി ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഒന്ന്. വേറൊരു ഉദാഹരണം, OP ടിക്കറ്റ് തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കാര്യം എനിക്കറിയാം, ഫ്രീ ആണ്. ഈ പോകുന്ന എനിക്കും ഫ്രീ ആണ്, അരുണിനും ഫ്രീ ആണ്, വളരെ പാവപ്പെട്ട ഇപ്പൊ ചായ കുടിക്കാൻ കാശില്ലാത്ത അയാൾക്കും ഫ്രീ ആണ്. നമുക്ക് ഇതില് ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു വ്യതിയാനം തീർച്ചയായിട്ടും കൊണ്ടുവന്നില്ലെങ്കിൽ ലോങ് ടേമിൽ ഈ കടമെടുപ്പൊന്നും സസ്റ്റൈനബിൾ ആവില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരുമ്പോൾ, കിഫ്ബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇതിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫൈനൽ ആസ്പെക്ട്സ് ഒരു കാര്യം പറഞ്ഞത്, അതായത് എത്രയോ കോടി രൂപ നമ്മൾ ഈ ദാറ്റ് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ്. പക്ഷേ ദാറ്റ് ഇസ് ബീങ് ക്യാപിറ്റലൈസ് എന്നുള്ള ഒരു ഒബ്സർവേഷൻ വന്നു. ഞാൻ പറയുന്നത് അതൊരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഈ സെസ് ഇതിന്റെ പ്രൊജക്ഷൻ 1600 കോടി രൂപ നമുക്ക് പെട്രോളും മോട്ടോർ വെഹിക്കിൾ സെസ് ആണ് മെയിൻ ഇൻഫ്ലോ ടുവേർഡ്സ് കിഫ്ബീസ് ലോൺ റീപേയ്മെന്റ്. ഇതെന്താണ് ഇതിൽ എന്താണ് നമുക്കുള്ള കംഫർട്ട്? ഇതേ രീതിയിലുള്ള വികസനം കേരളത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 1,42,00,000 മോട്ടോർ വെഹിക്കിൾസ് കേരളത്തിലുണ്ട്. 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇസ് അറൌണ്ട് 1.5 crore നമ്പർ ഓഫ് വെഹിക്കിൾസ്. ഈ പേസ് ഓഫ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഹൈവേസ് എക്സെട്ര അങ്ങനെ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സെസ്സും മോട്ടോർ വെഹിക്കിൾ ടാക്സും വഴിയുള്ള ഇൻകം we can reasonably assume, നമുക്കൊന്നും predict ചെയ്യാൻ പറ്റില്ല, we can reasonably assume that this cash flow will continue and that is the base. We are not on the repayment capability. Sorry to intervene. ഞാൻ പറയുന്നത് നമ്മൾ അതല്ലല്ലോ ഡിബേറ്റ് ചെയ്യേണ്ടത്. അല്ലല്ല, ഈ മാത്യുകളാണ് ചോദിച്ചൊരു പോയിന്റ്, സർക്കാരിന്റെ ഈ അശ്വരിക്കുന്ന വാഹന നികുതിയും പെട്രോൾ സെസ്സുമാണ് ഇപ്പോൾ ചെലവാക്കിയതിന്റെ 80%. പിന്നെ എങ്ങനെയാണ് ഈ സ്വകാര്യ നിക്ഷേപകർ എത്ര പേരെത്തി, എത്ര സ്വകാര്യ ഫണ്ട് റിസോഴ്സസ് എന്തുമാത്രം ഉണ്ടായി? How effectively KIFBI could mobilize? When you say KIFBI is a successful model, where is the funds? ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ എങ്ങനെയാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒരു നിമിഷം പ്ലീസ് സ്റ്റേ ഹോൾഡ്. ഇപ്പോൾ MP രാജേഷ് കൂടി അതിന് മറുപടി പറയാനായിട്ട് കൈ ഉയർത്തിയിട്ടുണ്ട്. MP രാജേഷ്, മാത്യു ചോദിച്ച ചോദ്യം അല്ല, എന്റെ ഊഴമാണല്ലോ, അതുകൂടി ചേർത്ത് പറയാമല്ലോ. തീർച്ചയായും. ആദ്യം ഞാൻ മാത്യു കുടനാടൻ ഇപ്പൊ ചോദിച്ച ചോദ്യത്തെ കുറിച്ച് പറയാം. അത് തന്നെയാണ് നേരത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റും ശിവശങ്കറിനും വേറൊരു തരത്തിലും പറഞ്ഞത്. ആ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത് ഫൈനാൻഷ്യൽ പ്രൂഡൻസിനെ ചോദ്യം ചെയ്യണം. മാത്യു കുടനാടൻ ചോദിക്കുന്നു, സർക്കാർ കൊടുക്കുന്ന മോട്ടോർ വാഹന നികുതിയും സെസ്സും അല്ലാതെ മറ്റെന്താണുള്ളത്? ഇത് തന്നെയാണ് അവർ ഉയർത്തുന്ന ചോദ്യത്തിനുള്ള ഉത്തരവ്. ഇത് ഫൈനാൻഷ്യൽ പ്രൂഡൻസ് തെളിയിക്കുന്നതാണ് ഇത്. കാരണം സർക്കാരിന്റെ വരുമാനത്തിനനുസൃതമായിട്ടേ കിഫ്ബിയിൽ നിന്ന് കടമെടുക്കുന്നുള്ളൂ. 60,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകി കഴിഞ്ഞു അരുൺ. പക്ഷേ
പദ്ധതി സർക്കാരിന്റെ വരുമാനം പദ്ധതി പൂർത്തിയാകുന്ന വേഗം രണ്ടും കണക്കിലെടുത്ത് വളരെ അവധാനതയോടെയും സൂക്ഷ്മതയോടെയും മാത്രമേ കടമെടുക്കുന്നുള്ളൂ കിഫ്ബി. ലിവറേജ് മോഡൽ അല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കടം 50,000 കൂടി ആദ്യം എടുത്തു വെക്കുക എന്നുള്ളതല്ല. കടം എടുക്കുന്നത് ഇത് രണ്ടും കണക്കിലെടുത്തിട്ടാണ്. അതാണ് ഇത് ഫൈനാൻഷ്യലി ഏറ്റവും പ്രൂഡന്റ് ആണ് എന്ന് തെളിയിക്കുന്ന കാര്യവും അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഒരു കണക്കുകൂടി ഞാൻ പറയാം. ഡോക്ടർ ആദികേശവൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതിന് ചേർത്തിട്ട് ഇപ്പോ മോട്ടോർ വാഹന നികുതിയുടെ ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി അസസ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഋണബാധ്യത വിശകലനം നടത്തിയിട്ടുണ്ട് കിഫ്ബി. അത് പ്രകാരം അവർ അസ്യൂം ചെയ്യുന്നത് 16% എന്ന നിലയിൽ മോട്ടോർ വാഹന നികുതി വർദ്ധിക്കും എന്നാണ്. അങ്ങനെ 16% എന്ന നിലയിൽ വർദ്ധിച്ചാൽ മോട്ടോർ വാഹന നികുതിയും സെസ്സും കിഫ്ബിയിലേക്ക് പോകുമ്പോൾ 2030-31 ആവുമ്പോൾ 98,355 കോടി കിഫ്ബിയിൽ ഉണ്ടാവും. അതിന്റെ പലിശ വരുമാനം വേറെയും ഉണ്ടാവും. അങ്ങനെ വന്നാൽ 1 ലക്ഷം കോടിക്ക് മുകളിൽ വരും. ഏതാണ്ട് 1 ലക്ഷം കോടിക്ക് മുകളിൽ വരും. എത്രയാണ് 2030-31 ആവുമ്പോൾ തിരിച്ചടക്കേണ്ടി വരുന്നത്? തിരിച്ചടക്കേണ്ടി വരുന്നത് 89,783 കോടിയാണ്. അപ്പോൾ ഏറ്റവും ഫൈനാൻഷ്യലി പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഈ നമ്മുടെ അനുമാനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം, പക്ഷേ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മോഡലാണ് ഇത് എന്ന് തെളിയിക്കുന്നു. അപ്പൊ ഇവർ ഉയർത്തുന്ന ആശങ്കയ്ക്കുള്ള ഉത്തരം അവർ തന്നെ നൽകുന്നുണ്ട്. കാരണം സർക്കാർ മുഴുവൻ കടം എടുത്തു വെച്ചിട്ടില്ല, മുഴുവൻ പൈസയും ഇപ്പൊ കടമായിട്ട് എടുത്തു വെച്ചിരിക്കുകയല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് എന്തോ സപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ക്വിക്ക് സപ്ലിമെന്റ് കാരണം നേരത്തെ അദ്ദേഹം ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉയർത്തിയ അതായത് 9.73 or 9.75 മസാല ബോണ്ടിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കിഫ്ബി ഇനിയുള്ള കടമെടുപ്പില് ഈ ഹെഡ്ജിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് വഴി. അതായത് നമ്മളിപ്പം 9.75 അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 8% ഇപ്പൊ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് റേറ്റ് ബോറോയിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതിൽ അന്ന് തന്നെ അന്നത്തെ നിലവാരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ നമുക്ക് കടമെടുക്കാൻ പറ്റുള്ളൂ. ബോറോവർ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് വഴി അതിനെ ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ we will be able to mitigate the interest rate risk. എന്തെന്ന് വെച്ചാൽ ആലോചിക്കേണ്ടത് ധനമന്ത്രി ആലോചിക്കേണ്ട ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ആദികേശവൻ പറഞ്ഞത്. ഒരു നിമിഷം തുടരാം. ഒരു നിമിഷം ഹോൾഡ്. വി കെ പ്രസാദ് ആ പോയിന്റിൽ ഒന്ന് ആഡപ്പ് ചെയ്യുന്നു. ഒറ്റ നിമിഷം. കാര്യം എനിക്ക് രണ്ടാമതും ഇവരിലേക്കൊക്കെ പോകാൻ കഴിയുമെന്ന് അറിയില്ല. താങ്കൾക്ക് ഞാൻ തിരിച്ചു വരാം. എം പി ആറിന് പറയാനുണ്ട്, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ഒരു നിമിഷം വി കെ പ്രസാദ്, ക്വിക്ക് റെസ്പോൺസ്. എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് വെച്ചാൽ മണി സൂചിപ്പിച്ച സെന്റേജ് ചാർജ് 15,744 കോടി രൂപയുടെ ആകെ ആസ്തി കൈകാര്യം ചെയ്യുന്ന കിഫ്ബിയുടെ സെന്റേജ് ചാർജ് 238 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5% മാത്രമാണ്. 1.5% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എങ്ങനെ നമ്മുടെ വിപണിയിലുള്ള പൊതുപ്രവണത വെച്ച് അധികമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ സന്തുലനം ചെയ്തത് മൊത്തം കിഫ്ബിയുടെ ആസ്തിയും ബാധ്യതയും വെച്ചിട്ടല്ല. ഞാൻ അവര് എക്സിക്യൂട്ട് ചെയ്ത പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. എക്സിക്യൂട്ട് ചെയ്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അല്ലല്ലേ എക്സിക്യൂട്ട് ഞാനിപ്പോ 9,000 രൂപ കടമെടുത്തിട്ട് ആ 9,000 രൂപ കടമെടുത്തിട്ട് അതിൽ ഞാൻ 3,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്ട് കോസ്റ്റും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ശിവം. കാര്യം ആ പ്രോജക്റ്റുകളെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റുകളാണ്. 15,000 കോടി രൂപ ഓൾറെഡി ഇത്തരത്തിൽ സമാഹരിച്ചു കഴിഞ്ഞു. അവിടെയാണ് ഈ 1.5% മുടക്കാതെ കിട്ടുന്ന 9,000 കോടി രൂപ. അതല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ കോസ്റ്റ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് അല്ല മാത്യു സാറേ, ഇതിന് വേർ ഡു വി ഇൻകർ കോസ്റ്റ്? വി ഇൻകർ കോസ്റ്റ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്ട്. ആ പ്രോജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് കോസ്റ്റ് ഉണ്ടാകുന്നത്. പ്രോജക്ടിന്റെ കോസ്റ്റിലേക്കാണ് ഇൻകർ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാമല്ലോ 60,000-ൽ പരം കോടി രൂപയുടെ പദ്ധതി ഇതിനോടകം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ 60,000 കോടി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ആണെങ്കിലും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഉള്ള പ്രാഥമികമായത് മുതൽ അതിന്റെ ടെക്നിക്കൽ അസസ്മെന്റ് മുതൽ എല്ലാ ജോലികളും കിഫ്ബി പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് ഈ 60,000 കോടി രൂപയെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തേണ്ടതുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയേ വർക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്നുകൂടി ആദികേശവൻ പറഞ്ഞതിനോട് എനിക്ക് സപ്ലിമെന്റ് ചെയ്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഹെഡ്ജിങ്ങിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ കറൻസിയുടെ ഇപ്പോഴത്തെ വോളറ്റിലിറ്റി കൂടി വെച്ചുകൊണ്ട് കൺവേർഷൻ റേറ്റ്
കൺവേർഷൻ, റീകൺവേർഷൻ, ഈ രണ്ട് റേറ്റും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പലിശ നിരക്ക് കൂടുതലാണോ കുറവാണോ എന്ന് വിലയിരുത്താൻ കഴിയൂ. ശരി 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 PR ശിവശങ്കർ ആൻഡ് അനിത മാം, നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. കാര്യം അതിനുശേഷം MBRലായിരിക്കും ചർച്ച അവസാനിക്കുക. PR ശിവശങ്കർ, ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, കടമെടുക്കുന്നതിനെ അല്ല ഞാൻ എതിർക്കുന്നത്. കാരണം എന്റെ ബാധ്യത ചിലപ്പോൾ 10 ലക്ഷമായിരിക്കാം, അംബാനിക്ക് 10 ലക്ഷം കോടി ഉണ്ടാകാം. എന്റെ വരുമാനം എത്രയാണെന്ന് നോക്കണം. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ വരുമാനവും സാമ്പത്തിക ബാധ്യതയും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് അതിലും വിഷമമുള്ളത് ഈ 2017-18 14,960 കോടി രൂപ ചെലവ് വരുന്ന 18 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് 6,544 കോടി വരുന്ന അടങ്കൽ വരുന്ന 11 പദ്ധതികൾ സമർപ്പിക്കുകയും 6 പദ്ധതികൾ 4,229 കോടി കിഫ്ബി അംഗീകരിച്ചിട്ട് കൊടുത്തത് 36 ലക്ഷമാണ്. ഇതെന്ത് നയമാണ്? 9,881 കോടി വരുന്ന പദ്ധതി അടുത്ത വർഷം കണ്ണടച്ചല്ല പദ്ധതിക്ക് തുക അനുവദിക്കുന്നതെന്ന് ബോധ്യമായില്ലേ PR ശിവശങ്കർ? അല്ലെ, എന്നാ പിന്നെ എന്തിനാ സമർപ്പിച്ചത്? എന്തിനാ ഇത്തരം ജോലിക്കാർ ദിവസം 10,000 രൂപയ്ക്ക്? ഇവിടെയാണ് അടുത്ത വർഷവും ഇത് തന്നെ കൊടുത്തത് 21 കോടി, അതായത് 981 കോടി രൂപ കയ്യിലുണ്ട്. ഇത് കൊടുക്കുന്നില്ല. അവിടെയാണ് അടുത്ത പ്രശ്നം. പൊതുഖജനാവിലും വരവ് സംസ്ഥാനത്തിന്റെ 13.31% മാത്രം കൂടുമ്പോൾ ചെലവ് 15% കൂടുന്നു. മാത്രമല്ല വായ്പാ തിരിച്ചടപ്പ് 20% കൂടുന്നു. മൂലധന ചെലവ് 13.6% കുറയുകയും ചെയ്യുന്നു. ഇവിടെയും വലിയ പ്രശ്നമുണ്ട്. സാമ്പത്തിക ബാധ്യത അത് 73% വർദ്ധിക്കുന്നു. 1.5 ലക്ഷം കോടി എന്നുള്ളതിന് 3.5 ലക്ഷം കോടിയായി നമ്മുടെ കടബാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇവിടെയെല്ലാമാണ് പ്രശ്നം. ഇത്തരത്തിലുള്ള വരുമാനം ഈ കടം കൂടിയിട്ടും എന്തിനാണ് കിഫ്ബി പോലുള്ള ഒരു പൊതു കടം പുറത്തുനിന്ന് എടുക്കുന്നത് എന്നുള്ള ചോദ്യവും ഏറ്റവും പ്രശസ്തമാണ്. അതിന് കുറച്ച് സ്കൂളുകളും കുറച്ച് 5 കോടിയുടെയും 10 കോടിയുടെയും റോഡും ബ്രിഡ്ജസും കാണിച്ചുകൊണ്ട് ജനങ്ങളെ തട്ടിയിടുന്ന പെർസെപ്ഷൻ അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്ത് സാമ്പത്തിക ശാസ്ത്രമാണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അത്തരത്തിലും ധനമന്ത്രിയോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ PR ശിവശങ്കർ? നിർമ്മലാ സീതാരാമനോട് ഇതേ ചോദ്യം PR ശിവശങ്കർ ചോദിക്കുമോ? എന്തിനാണ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആത്മനിർഭർ ഭാരത് എന്ന്? അല്ല, അവിടെ വരുമാനമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ 10 ലക്ഷം വരുമാനം കേന്ദ്ര സർക്കാരിന്റെ FRBM ആക്ട് പ്രകാരം ഒരു പരിധി നിശ്ചയിച്ചു കൊടുത്തു സംസ്ഥാന സർക്കാരിന്. നമ്മുടെ ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ ഈ ഫെഡറൽ അനുകൂലമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതിയാണെങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ദാറ്റ്സ് എ പോയിന്റ്. PR ശിവശങ്കർ, ഒരു നിമിഷം. അനിതകുമാരി പ്ലീസ്. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളൂ. അതായത് നമുക്കിപ്പോ ഡെഫിസിറ്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ബോറോയിങ് ഇപ്പൊ 3% നിന്ന് അവർക്ക് 9.6% ആയിട്ടുണ്ട്. അത് വേറെ ഒരു വിഷയം. അപ്പൊ ഞാനിവിടെ ആഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കിഫ്ബി ഇപ്പോ 2,228 പ്രോജക്ട്സ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അതായത് ചെലവ് കുറച്ച് കുറഞ്ഞു പോയി. അതായത് ഈ വരും മാസങ്ങളില് വളരെ കൂടുതൽ ചെലവ് നമുക്ക് കിഫ്ബിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, 140 നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബി പ്രോജക്റ്റുകൾ ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു വികസനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ആ ഒരു ബെനിഫിറ്റ് എല്ലാ ജനങ്ങൾക്കും കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ കിഫ്ബി വഴി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പദ്ധതികൾ നമ്മൾ തുടർന്ന് വെച്ചിരിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത്. ലാസ്റ്റ് സെന്റൻസ്, അതിനുശേഷം MP രാജേഷ് മറുപടി അവിടെ അവസാനിക്കും. അല്ല, അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയി നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആംഗിളെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇതിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ആണ്, ഇതിന്റെ സാമ്പത്തിക വശമാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ അറിയേണ്ടത്. ഇത് കടബാധ്യതയാണോ എന്ന സിംഗിൾ പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ പാർട്ടി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ് അപ്രസക്തമാണെന്നല്ല. ഏറ്റവും ഒരു കൺക്ലൂഷനിലേക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പെർസെപ്ഷൻ ക്രിയേഷന് കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കിറ്റ് കൊടുത്ത ആളുകൾക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു എക്കണോമിക് മോഡലാണ്, അല്ലെങ്കിൽ എക്കണോമിക്കലി ഇത് ഈ സമയത്ത് കൊടുക്കണം, അതൊക്കെ വേറെ ആർഗ്യുമെന്റ്. അതും പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു പൊളിറ്റിക്കലി സെല്ലബിൾ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കിഫ്ബി സഹായിച്ചിട്ടുണ്ടാകും. താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. MP രാജേഷ് മറുപടി പറയട്ടെ. MBR, ഈ വെബിനാർ അവസാനിക്കുമ്പോൾ, വിദഗ്ധരും രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാമുള്ള സെമിനാർ അവസാനിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. 2-3 കാര്യങ്ങളിൽ വ്യക്തതയായി. അതിലൊന്ന്, കിഫ്ബി എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മോഡലാണ്. തുടക്കത്തിൽ ആകാശകുസുമം എന്ന് കിഫ്ബിയെ പരിഹസിച്ചവരും ഇന്ന് കിഫ്ബി അംഗീകരിക്കുന്നു. അതൊരു സക്സസ്ഫുൾ എക്കണോമിക് മോഡൽ ആയതുകൊണ്ടാണ് നേരത്തെ കിഫ്ബി പിരിച്ചുവിടും അധികാരത്തിലെത്തിയാൽ എന്ന് പറഞ്ഞ UDF പ്രതിനിധിയും ഇവിടെ പറഞ്ഞത് കിഫ്ബിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, കിഫ്ബി തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കിഫ്ബി നിരാകരിക്കാനും നിഷേധിക്കാനും കഴിയാത്തൊരു സക്സസ്ഫുൾ എക്കണോമിക് മോഡലാണ് എന്ന് എതിർക്കുന്നവർക്കും ഉള്ളിൽ സമ്മതിക്കേണ്ടി വരുന്നു എന്ന്. രണ്ടാമത്തെ കാര്യം, കടമെടുക്കുക എന്നതൊരു മഹാ ആപത്തല്ല എന്നും അബദ്ധമല്ല എന്നും ഇന്നത്തെ സാഹചര്യത്തിൽ
മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കാൻ, ഭാവി വികസനത്തിന്റെ ഒരു കുതിപ്പുണ്ടാക്കാൻ കടമെടുത്ത് നിക്ഷേപിക്കുക എന്ന ആശയത്തോടും പൊതുവിൽ യോജിപ്പ് ഈ വെബിനാറിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിന് മാത്യു കൊഴനാടൻ സൗകര്യപൂർവ്വം മറുപടി പറയാതിരുന്നത്. GSDPയുടെ 24% കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ കടമെങ്കിൽ UDF അധികാരം ഒഴിയുമ്പോൾ GSDPയുടെ 30% കടം വർദ്ധിച്ചു, 30.04. ഈ പ്രളയവും നിപ്പയും കോവിഡും എല്ലാം ഉണ്ടായിട്ടും 0.03% മാത്രമേ കിഫ്ബി ഉണ്ടായിട്ടും കേരളത്തിന്റെ കടഭാരം വർദ്ധിച്ചിട്ടുള്ളൂ. കിഫ്ബി ഇല്ലാത്ത UDFന്റെ കാലത്ത് GSDPയുടെ 24 നിന്ന് 30 കടം കൂടിയപ്പോൾ 0.03% കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ കിഫ്ബി കടഭാരം വരുത്തി വെക്കില്ല എന്നും വ്യക്തമായി. മാത്രമല്ല, കിഫ്ബിയെ എതിർക്കുന്ന 2-3 പേർ ഇവിടെ ഉന്നയിച്ച വാദം തന്നെ ഒരർത്ഥത്തിൽ കിഫ്ബിക്കുള്ള അംഗീകാരമാണ്. കാരണം കിഫ്ബി വളരെ വകതിരിവോടെയും അവധാനതയോടെയുമാണ് വായ്പകൾ എടുക്കുന്നതും വിനിയോഗിക്കുന്നതും എന്നത്. മാത്യുവിന്റെ ശബ്ദം ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടു പോയിരുന്നു. മാത്യുവിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട് എംപിആറിനോട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്യു, നമുക്ക് സമയം രാജേഷിനെ കറക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇപ്പോ ഈ ഫിസ്ക്കൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിൽ കിഫ്ബിയുടെ കടം ഒള്ളിച്ചിട്ടില്ല. സോ ദാറ്റ് യു ഹാവ് ടു ബി അവെയർ. 2 ലക്ഷം ഇപ്പൊ നമ്മുടെ കടം 3,20,000 കോടിയിൽ നിൽക്കുമ്പോ ആക്ച്വലി ഇപ്പോ ഈ പറഞ്ഞ കണക്ക് കൂട്ടിയില് 2,67,000 കൂട്ടിയിട്ടുള്ളൂ എന്ന് വിസ്മരിക്കണ്ട. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 1,57,000 ആയിരുന്നു കടം. ഇന്ന് ഡയറക്റ്റ് കടം പബ്ലിക് ഡെപ്റ്റ് 2,60,000. അത് കൂടാതെ ഈ 60,000 പബ്ലിക് ഡെപ്റ്റ് ഗോട്ട് ഡബിൾ. പബ്ലിക് ഡെപ്റ്റ് ഗോട്ട് ഡബിൾ. എക്കണോമിക്കലി ഒരു പ്രശ്നം. ഒരു കാര്യം കൂടി അതോടെ ചേർത്ത് അദ്ദേഹത്തിന് പറയാലോ. അനിതാകുമാരി ഇവിടെ ഒരു മിനിറ്റ്. നേരത്തെ ഡോക്ടർ അനിതാകുമാരി ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ കടം കണക്കാക്കുന്നത് എങ്ങനെയാണ്? അനുപാതമായിട്ടാണ്. GSDPയുടെ അനുപാതം. നിങ്ങളുടെ ദേശീയ വരുമാനം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് കടം? അങ്ങനെയാണല്ലോ. കടത്തിന്റെ സംഖ്യ മാത്രം പെരുപ്പിച്ചു പറയുന്നത് രാഷ്ട്രീയ പൊതുയോഗത്തിൽ പറയാം. ഇതുപോലെ ഗൗരവമായിട്ടുള്ള ചർച്ചയിൽ അതിന് മറുപടി അതിനൊരു ഫോക്കസ് നന്നായിരിക്കും. കാരണം ഇത് പ്രേക്ഷകരെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ആശയമാണ്. അനിതാകുമാരി പറഞ്ഞ MP രാജേഷ് സൂചിപ്പിച്ച മൊത്തം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ എത്ര ശതമാനമാണ് കടം എന്ന ആ ആർഗ്യുമെന്റ് വെല്ലുവിളി ഏറ്റെടുക്കാൻ മാറ്റി തയ്യാറാണോ? ഇതിന് UDF കമ്പാരിസൺ തയ്യാറാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ GDP കഴിഞ്ഞ വർഷം 134 ലക്ഷം കോടി രൂപയാണ്. ഗവൺമെന്റ് തന്നെ കണക്കനുസരിച്ച് നമ്മുടെ കടം 110 ലക്ഷം കോടി രൂപയുമാണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കടബാധ്യത എവിടെ നിൽക്കുന്നു എന്ന് കൂടി പരിശോധിച്ചുകൊണ്ട് വേണം ഈ ശതമാനം പറയാൻ. ഒരു കാര്യം ക്യുക്കായിട്ട് തന്നെ പറയാം. ശ്രീ രാജേഷും മാഡവും പറഞ്ഞ ഒരു കാര്യം അതൊരു പ്രിൻസിപ്പിളാണ്. അതായത് വളരെ അത് നമ്മൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾ. അങ്ങനെ തന്നെയാണ് മെഷർ ചെയ്യുക. ഡെപ്റ്റ് ടു GDP. അതേപോലെ നമ്മുടെ വരുമാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് എത്ര വരും, ടാക്സ് ടു GDP. അത് തന്നെയാണ് കമ്പാരിസൺ ഫിഗർ എന്റെ കയ്യിലില്ല. വെച്ചിട്ടാണ് ഞാനൊരു ഡയറക്റ്റ് ചലഞ്ചോട് MP രാജേഷിനോട് ഡയറക്റ്റ് ചലഞ്ചോട് കൂടി ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അതായത് UDF സർക്കാരിന്റെ കാലത്ത് 2011 മുതൽ 2016 വരെയുള്ള ഈ കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് GSDP പെർസെന്റേജ് ഈസ് മോർ ദാൻ ലാസ്റ്റ് 5 years. അത് നിഷേധിക്കാൻ രാജേഷിന് കഴിയുമോ? അതായത് 2000 ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം 2008-09 ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. 2008-09 സമയത്ത് 2008-09 സമയത്ത് നമ്മൾ മൊത്തം എക്സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ 11% താഴെയാണ് നമ്മൾ പലിശയായി കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് അത് 25%. നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്താൽ 25 രൂപയും പലിശയായിട്ട് കൊടുക്കുകയാണ്. ഈ സർക്കാരിന്റെ കാലത്താണ് പബ്ലിക് ഡെപ്റ്റ് ഇതുപോലെ കൂടിയത്. അതനുസരിച്ച് ആനുപാതികമായ GSDP ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. മൈ പോയിന്റ് ഇസ് UDFന്റെ കാലത്തെ ഗ്രോത്ത് റേറ്റ് LDF സമയത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച കണക്ക് ബജറ്റ് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ്. നിയമസഭയിൽ അവതരിപ്പിച്ച അസംബ്ലി അംഗീകരിച്ച ബജറ്റ് ഡോക്യുമെന്റ്
ഏറ്റവും ആധികാരികമായിട്ടുള്ള ഡോക്യുമെന്റ് ഇതാണല്ലോ. അതാ ഞാൻ പറഞ്ഞത് 2011-12 UDF അവസാന വർഷം ഡെപ്റ്റ് GSDP റേഷ്യോ, സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ട് റേഷ്യോ 24.56% എന്ന് പറഞ്ഞാൽ GSDPയുടെ 24.56% അന്ന് കടം. ഇനി 2016-17 എടുക്കുക, 29.37 UDF അവസാന വർഷമായപ്പോ 29.37, 5% വർധനമുണ്ടായി. ഇനി നോക്കൂ, ഇപ്പോ ഈ അവസാന വർഷം LDF അവസാന വർഷം 30.07 എന്ന് പറഞ്ഞാൽ 1% വർധനമുണ്ടായി. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസമുണ്ട്. അപ്പൊ മാത്യു പറയുന്നത് കിഫ്ബിയുടെ കടം ഇതിൽ കൂട്ടില്ല എന്നാണ്. അപ്പൊ കിഫ്ബി മാറ്റി നിർത്തിയാൽ കടഭാരം കൂടുകയല്ല, കുറയുകയാണ് LDF സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ചെയ്തിട്ടുള്ളത്. കിട്ടുകയാണ്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മൂലധന ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിന്മേലുള്ള ചർച്ചകൾ പലപ്പോഴും വിരസമാകാറാണ് പതിവ്, ബഡ്ജറ്റ് ചർച്ചകൾ പോലെ. പക്ഷേ ഈ ചർച്ച ഇത്രയും ആസ്വാദ്യകരമായത് ഇതിൻ്റെ കണ്ടന്റ് കൊണ്ട് തന്നെയാണ്, എല്ലാ പാനലിസ്റ്റുകളുടെയും സഹകരണവും അവരുടെ അഭിപ്രായങ്ങളുടെയും ചൂടുകൊണ്ട് തന്നെയാണ്. സമയം പോയത് നമ്മൾ അറിഞ്ഞതേയില്ല. കിഫ്ബി ബദലോ ബാധ്യതയോ എന്ന ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിൽ വിട്ടു നൽകിക്കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുന്നു. കിഫ്ബി ബദലോ അതോ ബാധ്യതയോ? പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ചർച്ച അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.